നമസ്കാരം. മാറ്റി നിർത്തലുകളുടെയും വിവേചനങ്ങളുടെയും മതിലുകൾ മറികടന്ന് മുന്നേറുന്ന ഇന്നത്തെ നവലോകം കൈപ്പിടിയിലൊതുക്കുന്ന എല്ലാ വനിതകൾക്കും അഭിമാനിക്കാവുന്ന സ്വന്തമായ ദിനം. പരിമിതിയില്ലാതെ മുന്നേറുന്നവളെല്ലാം അതിന് പ്രാപ്തിയില്ലാതെ ഉടരുന്ന മറ്റ് സ്ത്രീ സമൂഹത്തിനു കൂടി ശക്തി പകരുമെന്ന് തെളിയിച്ച ദിനമാണ്. എല്ലാവർക്കും ന്യൂസ് 8ന്റെ വനിതാ ദിനാശംസകൾ. ആദ്യം കേരള രാഷ്ട്രീയത്തിലും ഈ നിമിഷത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത് രാഷ്ട്രീയ പാർട്ടികളിലെ വനിതാ നേതാക്കളുടെ ചില ഞെട്ടിപ്പിക്കുന്ന തീരുമാനങ്ങളുടെ പുറത്താണ്. പത്മജ വേണുഗോപാലിന്റെ BJP പ്രവേശവും തുടർന്നുണ്ടായ രാഷ്ട്രീയ നീക്കങ്ങളും അവസാനിച്ചിട്ടില്ല. പ്രതിസന്ധി മറികടക്കാൻ കോൺഗ്രസ് അപ്രതീക്ഷിത നീക്കത്തിലേക്ക് കൂടി കടന്നിരിക്കുന്നു. കെ കരുണാകരന്റെ തട്ടകമായ തൃശൂരിൽ കെ മുരളീധരൻ സ്ഥാനാർത്ഥിയാകുമെന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു. മുരളീധരന്റെ സിറ്റിംഗ് സീറ്റായ വടകരയിൽ ഷാഫി പറമ്പിലിനാണ് സാധ്യത. രാഹുൽ ഗാന്ധി വയനാട്ടിൽ തന്നെ ജനവിധി തേടാൻ തീരുമാനിക്കുമ്പോൾ ഒരിടവേളയ്ക്ക് ശേഷം KC വേണുഗോപാൽ ആലപ്പുഴയിൽ മടങ്ങിയെത്തിയേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. സ്ഥാനാർത്ഥികളെ ഇന്ന് പ്രഖ്യാപിക്കാൻ കോൺഗ്രസ് ഒരുങ്ങുമ്പോൾ വടകരയിലെ മാറ്റത്തിൽ അതൃപ്തിയുമായി മുസ്ലിം ലീഗ് രംഗത്തെത്തുകയും ചെയ്തിരിക്കുന്നു. അതിനിടെയാണ് തിരുവനന്തപുരത്ത് ഇന്ന് തിരിച്ചെത്തുന്ന പത്മജ വേണുഗോപാൽ അല്പസമയത്തിനകം മാധ്യമങ്ങളെ കാണുക. അപ്രതീക്ഷിത ട്വിസ്റ്റുകളിൽ കേരള രാഷ്ട്രീയം കലങ്ങിമറിയുമ്പോൾ വനിതാ നേതാക്കളുടെ സ്ഥിരമായി ഉയരുന്ന പരാതികൾ, പ്രഥമ സ്ഥാനങ്ങളിൽ നിന്ന് അവഗണിക്കുന്നുവെന്ന പാർട്ടി ഭേദമന്യേയുള്ള തുറന്നടിക്കലുകൾ, ഇതൊക്കെയും ഈ വനിതാ ദിനത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതല്ലേ എന്ന ചോദ്യമാണ് ബാക്കി. അതാണ് ഈ 2 മണിക്കൂർ ന്യൂസ് ട്രെൻഡ്സ് പരിശോധിക്കുന്നത്. നമസ്കാരം. പത്മജ വേണുഗോപാലിന്റെ BJP പ്രവേശത്തെ തുടർന്നുണ്ടായ പ്രതിസന്ധി മറികടക്കാൻ കോൺഗ്രസ് അപ്രതീക്ഷിതമായിട്ടുള്ള നീക്കങ്ങളിലേക്ക് കടക്കുകയാണ് ഒരു വശത്ത്. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ കേട്ടിരുന്ന സൂചനകൾ മറികടന്നുകൊണ്ടുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങളിലേക്ക് പാർട്ടി കടക്കും എന്നുള്ള വിവരങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നത്. അതനുസരിച്ച് തൃശൂരിൽ കെ മുരളീധരൻ സ്ഥാനാർത്ഥിയാകും എന്നുള്ള വിവരങ്ങൾ വരുമ്പോൾ മറുവശത്ത് BJPയെ സംബന്ധിച്ചിടത്തോളം പത്മജ വേണുഗോപാൽ തിരികെ എത്തുന്നു. ഏത് തരത്തിലുള്ള പ്രതികരണങ്ങളാണ് പത്മജ വേണുഗോപാലിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുക? അത് തൃശൂർ മണ്ഡലത്തിലായാലും വടകര നേരത്തെ പറഞ്ഞതുപോലെ ഒരു വലിയ പ്രതിസന്ധിയിലേക്കൊക്കെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് മറികടക്കാൻ കോൺഗ്രസിന് കഴിയുമോ? ഞങ്ങളുടെ പ്രതിനിധികൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അതിനു മുൻപ് EP ജയരാജൻ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയം. ഇനിയും മാറിക്കൂടുകയില്ല. അതാണ് ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ അവസ്ഥ. ഇതുവരെ ഒരു പാർട്ടിക്ക് അവരുടെ സ്ഥാനാർത്ഥികളെ പോലും നിർണ്ണയിക്കാൻ കഴിയാത്ത തരത്തിൽ അതിനകത്ത് ഗ്രൂപ്പ് വഴക്കുകളും സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള വഴക്കുകളും ഒക്കെയായി ഇപ്പോഴൊരു സംഘർഷപൂരിതമാണ്. അതിൻ്റെയൊക്കെ ഫലമായിട്ട് തന്നെ ഇപ്പോൾ കോൺഗ്രസിനകത്തുനിന്ന് പലരും പുറത്തേക്ക് ചാടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഒരാൾ ചാടി, എനിക്ക് തോന്നുന്നു ഇന്നും ചാടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കൂ, ഇന്നല്ലെങ്കിൽ നാളെ ചാടും. അപ്പോൾ പലരും ഇങ്ങനെ കോൺഗ്രസ് വിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇന്ന് കോൺഗ്രസിൻ്റെ അവസ്ഥ, UDFിൻ്റെ അവസ്ഥ. അതുകൊണ്ടാവാനല്ല, അവർക്ക് ആകെ കൺഫ്യൂഷനാണ്. അതാണ് ഞാൻ പറഞ്ഞത്. കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി ഏതാണ്ട് 2 ആഴ്ചക്ക് മുമ്പ് തന്നെ സ്ഥാനാർത്ഥി നിർണയം നടത്തി, സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് സ്ഥാനാർത്ഥികൾ ജനങ്ങളുമായി സമ്പർക്കം പുലർത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ കോൺഗ്രസ് പാർട്ടിക്ക് ഇന്ന് വരെ അവരുടെ പാർട്ടിയുടെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാനോ അതിൽ അവർക്ക് ഏകീകരിച്ചൊരു അഭിപ്രായത്തിൽ എത്താനോ സാധിച്ചില്ല. അതുകൊണ്ട് വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളാണ് കോൺഗ്രസിനകത്ത് രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. തൃശ്ശൂരിൽ TN പ്രതാപൻ 10,000-കണക്കിന് പോസ്റ്റർ വലിച്ചു, കിലോമീറ്ററുകൾ പദയാത്ര നടത്തി, എല്ലാം ഇപ്പോൾ പാഴായി. ഇപ്പോൾ ഇവിടെ മുരളീധരൻ വരാൻ പോകും. എനിക്ക് തോന്നുന്നു പല സ്ഥലത്തും ഇതുപോലെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ ഈ ബോർഡുകളും അതുപോലെ ചുമരെഴുത്തുകളൊക്കെ നടത്തി. വടകരയിലും ഇതുപോലെ ബോർഡുകളും അതുപോലെ ധാരാളം ചുമരെഴുത്തുകളും വന്നിട്ടുണ്ട്. ഈ 2 മണ്ഡലത്തിൽ മാത്രമല്ല, പല മണ്ഡലങ്ങളിലും വന്നു. അങ്ങനെ ആകെ തന്നെ കോൺഗ്രസിൻ്റെ ഒരവസ്ഥയിലാണ്. ഇവിടെ കോൺഗ്രസിൻ്റെ അവസ്ഥ പരിതാപകരമാണ്. ഇന്ന് കേരള രാഷ്ട്രീയത്തിൻ്റെ പ്രശ്നം ഇന്ത്യ അഭിമുഖീകരിക്കുന്ന വർഗീയ ഫാസിസ്റ്റ് വിപത്ത്, RSS സംഘപരിവാർ രാജ്യത്തെ വർഗീയവൽക്കരിക്കാൻ, ഒരു ഹിന്ദു രാഷ്ട്രം കെട്ടിപ്പടുക്കാൻ സംഘടിതമായ നീക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ജനജീവിതം ദുസ്സഹമാവുകയാണ്. വിലക്കയറ്റവും തൊഴിലില്ലായ്മയും വർദ്ധിച്ചു വരികയാണ്. അത്തരത്തിലൊരു പ്രത്യേക സാഹചര്യം രാജ്യമാകെ നേരിടുന്നു, കേരളം അഭിമുഖീകരിക്കുന്നു. അതിനെ പ്രതിരോധിക്കാൻ
ഇടതുപക്ഷം ജയിച്ചു വരണം. അപ്പോൾ ജനങ്ങളുടെ സ്ഥാനാർത്ഥിയായിട്ട് ഇടതുപക്ഷ സ്ഥാനാർത്ഥി മത്സരിക്കുകയാണ്, ജനങ്ങളുടെ സ്ഥാനാർത്ഥിയാണ്. ആ ജനങ്ങളുടെ സ്ഥാനാർത്ഥി നല്ല വിജയം നേടി ഉയർന്നു വരണം. എന്നിട്ട് വേണം ഇന്ത്യയെ രക്ഷിക്കാൻ. ഇന്ത്യ BJP വിരുദ്ധ ശക്തികളുടെ ഒരു കേന്ദ്ര രൂപമായി വളർന്നു വരികയാണ്. അത് ശക്തിപ്പെടണമെങ്കിൽ കേരളത്തിൽ ഇടതുപക്ഷം ജയിക്കണം. BJPയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയിൽ BJP ഭരണത്തിന് അന്ത്യം കുറിക്കാൻ ഇടതുപക്ഷം ജയിച്ചു വരണം. അതിന് ഇടതുപക്ഷത്തെ പിന്തുണക്കുക, ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾക്ക് കഴിയാവുന്ന എല്ലാ സഹായങ്ങളും ചെയ്ത് രാജ്യത്തെ രക്ഷിക്കുക. അതാണ് ഇന്ന് കേരള സമൂഹത്തോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. പലരും പോയേക്കും. എനിക്ക് BJP വലിയൊരു വല വീശിയിരിക്കുകയാണ്. പണം കൊടുത്തും അതുപോലെ മറ്റു പല സ്വാധീനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും അവർ പലതും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. MP മാരെ പിടിക്കുന്നില്ലേ, MLA മാരെ പിടിക്കുന്നില്ലേ? കോൺഗ്രസിൻ്റെ KPCC പ്രസിഡന്റിനെ തന്നെ അദ്ദേഹം RSSന് കാവലേർപ്പെടുത്തിയ ആളല്ലേ. ആരൊക്കെ പോകും എന്തൊക്കെ പോകുമെന്നൊന്നും പറയാൻ സാധിക്കില്ല. പക്ഷെ CPM-ൽ നിന്ന് പോകാൻ സാധ്യതയില്ല. ചിലപ്പോൾ പാർട്ടി നേരത്തെ നടപടിയെടുത്തിട്ടുള്ള ചിലരുണ്ടാകും, എനിക്കത് അറിഞ്ഞുകൂടാ. ചിലപ്പോൾ നടപടിയെടുത്ത ചിലരുണ്ടാകും. ആ നടപടിയുടെ ഭാഗമായിട്ട് അവർ ചിലപ്പോൾ ഈ നടപടിയെടുത്തവരെയൊക്കെ നോക്കി നടക്കുന്നവരായതുകൊണ്ട് ചിലപ്പോൾ CPM-ൽ നിന്നും ആരെങ്കിലും എങ്ങനെയെങ്കിലും നടപടിയെടുത്തവരാണെങ്കിൽ ആകട്ടെ, കൊള്ളാത്തവരാണെങ്കിൽ ആകട്ടെ എന്ന് ധരിച്ച് നടക്കുന്നുണ്ടാകും. ഇതെനിക്കറിഞ്ഞുകൂടാ. അപ്പോൾ അത് സുരേന്ദ്രനോട് തന്നെ ചോദിച്ചാൽ സുരേന്ദ്രൻ ആരെങ്കിലുമായി ചർച്ച നടത്തിയിട്ടുണ്ടോ നോക്ക്, എങ്ങോട്ടെങ്കിലും പോകാൻ. കോൺഗ്രസിന് ആശയക്കുഴപ്പമാണ് പരിപൂർണമായിട്ടുള്ളത്. പരിതാപകരമായ അവസ്ഥയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എന്ന് LDF കൺവീനർ EP ജയരാജൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ഈ സമയത്ത് ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധികൾ VV അരുൺ, CV അനുമോദ്, ഒപ്പം VV വിനോദ്, ശരണ്യ സ്നേഹജൻ, MS ഹരീഷ് കുമാർ, വിനേഷ് കുമാർ എന്നിവർ ചേരുന്നു. ആദ്യം അരുണിലേക്ക്. അരുൺ, വളരെ പ്രധാനപ്പെട്ട കാര്യം, CPM തന്നെ ഉറ്റുനോക്കുന്നു ഇതേത് തരത്തിലാണ് കോൺഗ്രസിന്റെ അടുത്ത നീക്കങ്ങൾ എന്നുള്ളത്. ഒരു ശക്തമായുള്ളൊരു മത്സരത്തിനുള്ള സാധ്യത പോലും മണ്ഡലങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരവസ്ഥ ഒരുപക്ഷെ ഇതുവരെ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിലോ മറ്റേതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിലോ കാണാത്ത രീതിയിലുള്ള ഒരു അനിശ്ചിതത്വത്തിലേക്ക് കാര്യങ്ങൾ പോകുകയാണ് എന്ന് CPM നേതാക്കൾ തന്നെ പരസ്യമായിട്ടൊക്കെ പറയുന്ന ഒരു സാഹചര്യം. കോൺഗ്രസിന്റെ ദൗർബല്യം, കോൺഗ്രസിന് കൃത്യമായ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കഴിയാത്തത്, ഒരു സർപ്രൈസ് ലിസ്റ്റിലേക്ക് കടക്കുമ്പോൾ അതിൽ പോലും ഉണ്ടാകുന്ന ആശയക്കുഴപ്പം, അങ്ങനെയുള്ള പ്രതികരണങ്ങളെല്ലാം വരുന്ന സമയത്ത് കൃത്യമായി സ്ഥിരീകരിക്കാവുന്ന വിവരങ്ങൾ എന്താണ് കോൺഗ്രസിന്റെ അടുത്ത നീക്കം സംബന്ധിച്ച്? അപർണ, കെ മുരളീധരൻ തൃശ്ശൂരിൽ സ്ഥാനാർത്ഥി എന്നത് കോൺഗ്രസിൻ്റെ ഒരു പ്രധാനപ്പെട്ട നീക്കം തന്നെയായിരുന്നു, രാഷ്ട്രീയ നീക്കം തന്നെയാണ്. കാരണം തൃശ്ശൂരിൽ നിന്ന് കോൺഗ്രസ് ലീഡറുടെ കെ കരുണാകരൻ അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ഇടം തട്ടകമാണ് തൃശ്ശൂർ. അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ മകൾ BJP-യിലേക്ക് പോകുമ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ മകനെ രംഗത്തിറക്കിക്കൊണ്ട് മറുപടി പറയുകയാണ്. അല്ലെങ്കിൽ പത്മജ വേണുഗോപാൽ പോകുന്ന ആഘാതം കുറയ്ക്കുക എന്ന ഒരു തന്ത്രമാണ് കോൺഗ്രസ് അവിടെ സ്വീകരിച്ചത്. പക്ഷേ ആ ഒരു തന്ത്രം ഏത് വിധത്തിൽ വിജയിക്കുമെന്ന കാര്യത്തിൽ ആശയക്കുഴപ്പങ്ങളുമുണ്ട്. അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണമായി പറയുന്നത് വലിയ ആശയക്കുഴപ്പം കോൺഗ്രസിൽ മൊത്തത്തിലുണ്ടാകുന്നു. ഇപ്പോൾ EP ജയരാജൻ്റെ വാക്കുകൾ ഉൾപ്പെടെ നമ്മൾ ശ്രദ്ധിച്ചാൽ കോൺഗ്രസിൽ വലിയ ആശയക്കുഴപ്പമുണ്ട്. TN പ്രതാപൻ കിലോമീറ്ററുകൾ പദയാത്ര നടത്തിയ ആളാണ്, 10,000-കണക്കിന് പോസ്റ്ററുകൾ തയ്യാറാക്കി പ്രചരണം ആരംഭിച്ചയാളാണ്. അതേപോലെ വടകരയിൽ കെ മുരളീധരനും ആ രീതിയിൽ പ്രചരണവുമായി മുന്നോട്ട് പോയ ആളാണ്. അങ്ങനെ വരുമ്പോൾ അതൊരു ആശയക്കുഴപ്പം വലിയ രീതിയിൽ ഉണ്ടാക്കും. അത് മുതലെടുക്കാൻ കൂടി CPM ശ്രമിക്കുമെന്ന ഉറപ്പാണ്. ഏതായാലും പത്മജ വേണുഗോപാലിൻ്റെ BJP പ്രവേശം CPM-ന് വലിയ ഒരു ആയുധമായി, വലിയൊരു ഊർജ്ജമായി മാറുമെന്ന് ഉറപ്പാണ്. കാരണം വലിയ പ്രതിസന്ധികളിലൂടെ സംസ്ഥാനത്ത് സർക്കാർ അടക്കം, അത് വനമേഖലയിലെ വന്യജീവി സംഘർഷങ്ങളാകട്ടെ, സിദ്ധാർത്ഥൻ്റെ മരണമുണ്ടാക്കിയ ഞെട്ടലാകട്ടെ, അത് ഓരോ ദിവസവും ഓരോ കുടുംബങ്ങളുണ്ടാക്കുന്ന ആശങ്കയാകട്ടെ, സർക്കാർ ജീവനക്കാരുടെ ശമ്പള പ്രതിസന്ധിയാകട്ടെ, രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി, എല്ലാം കൊണ്ടും സർക്കാരിന് വലിയ തിരിച്ചടിയുടെ സമയത്താണ് പത്മജ വേണുഗോപാൽ BJP-യിലേക്ക് പോകുന്നത്. അത് ആ രീതിയിൽ ഇടതുപക്ഷം ആയുധമാക്കുമെന്ന ഉറപ്പാണ്. അതിൻ്റെ ഒരു സന്തോഷം ആ നേതാക്കളുടെ പ്രതികരണങ്ങളിലും ഒക്കെ ഉണ്ട്. പക്ഷേ കോൺഗ്രസും ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥി പട്ടിക, അത് ഏറ്റവും പ്രധാനപ്പെട്ട പേര് സ്വാഭാവികമായും ആ സ്ഥാനാർത്ഥി പട്ടികയിൽ രാഹുൽ ഗാന്ധി തന്നെയാണ്. വയനാട് വീണ്ടും രാഹുൽ ഗാന്ധി മത്സരിക്കും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പേര്. KC വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിക്കും, അതിനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാകില്ല. പക്ഷേ അവിടെ രാഹുൽ മാങ്കൂട്ടം എന്ന യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ്റെ പേര് കൂടി ഇപ്പോഴും
പരിഗണനയിലുണ്ട്. രാഹുൽ ഗാന്ധിയും KC വേണുഗോപാലും ഒരുമിച്ച് മത്സരിക്കുമോ എന്ന കാര്യത്തിൽ ചില സംശയങ്ങളുണ്ട്. കാരണം പ്രധാനപ്പെട്ട രണ്ട് നേതാക്കൾ രണ്ടുപേരും മത്സരരംഗത്തേക്ക് വന്നാൽ അത് കോൺഗ്രസിൻ്റെ സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യത്തിലടക്കം ചില പ്രശ്നങ്ങളുണ്ടാകും. അതുകൊണ്ട് KC വേണുഗോപാൽ മാറി നിൽക്കുന്ന തരത്തിലുള്ള വിലയിരുത്തൽ ഈ ഘട്ടത്തിലും ഉയർന്നു വരുന്നു. തിരുവനന്തപുരത്ത് ശശി തരൂർ തന്നെയാണ് മറ്റൊരു പേര്. കോൺഗ്രസിനെ ഈ ഘട്ടത്തിൽ മുന്നോട്ട് വയ്ക്കാൻ കഴിയില്ല. ആറ്റിങ്ങലിൽ അടൂർ പ്രകാശ് മത്സരിക്കുന്നു. മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷിന് ചില പ്രശ്നങ്ങൾ അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തിലുണ്ട്, പരാജയ സാധ്യത ഉണ്ട് എന്ന വിലയിരുത്തലുകളൊക്കെ. പക്ഷേ അപ്പോഴും ഒരിക്കൽ കൂടി കൊടിക്കുന്നിൽ വിശ്വാസം അർപ്പിക്കുകയാണ് കോൺഗ്രസ്. ഹൈബീഡൻ തന്നെയാകും എറണാകുളത്ത് സ്ഥാനാർത്ഥി. ചാലക്കുടിയിൽ ബെന്നി ബെഹനാൻ തന്നെ വീണ്ടും മത്സരിച്ചേക്കും എന്ന സൂചനകൾ പുറത്തു വരുന്നു. കണ്ണൂരിൽ KPC അധ്യക്ഷൻ വീണ്ടും മത്സരിക്കും. അത് വലിയ തർക്കങ്ങളും ആശങ്കകളൊക്കെ ഉണ്ടായിരുന്ന കാര്യമാണ്. കണ്ണൂരിലെ കാര്യം അദ്ദേഹം മാറി നിൽക്കുമെന്ന് പറഞ്ഞിരുന്നു. പിന്നീട് ചില നിബന്ധനകളുടെ അടിസ്ഥാനത്തിൽ ഒരിക്കൽ കൂടി മത്സരിക്കാൻ അദ്ദേഹം തയ്യാറെടുക്കുകയാണ്. KPC അധ്യക്ഷ പദം അടക്കം തന്നെ നിലനിർത്തണം, മാറ്റാൻ കഴിയുന്ന നിലപാടെടുത്തുകൊണ്ട് അങ്ങനെ ആവശ്യം മുന്നോട്ട് വെച്ചുകൊണ്ട് സുധാകരൻ മത്സരിക്കുകയാണ്. വടകരയിൽ ഇപ്പോൾ ഷാഫി പറമ്പിൽ എന്ന യുവ നേതാവിനെ പാലക്കാട് MLA ഷാഫി പറമ്പിൽ ഇറക്കി K. മുരളീധരന് പകരക്കാരനായി കൊണ്ടുവരാൻ കോൺഗ്രസ് തീരുമാനമെടുക്കുന്നു. അത് ആ രീതിയിൽ തന്നെ അവിടെ ഷാഫി തന്നെ മത്സരിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു. അപ്പോഴും ഉയർന്നു വരുന്ന ചോദ്യമുണ്ട്. പാലക്കാട് വലിയ വെല്ലുവിളി BJPയിൽ നേരിട്ടാണ് ഷാഫി പറമ്പിൽ ഇത്തവണ ജയിച്ചു വന്നത്. ഷാഫി വടകര വിജയിച്ചാൽ വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് പാലക്കാട് പോകും. അപ്പോൾ അവിടെ എങ്ങനെയാണ് മണ്ഡലം നിലനിർത്തുന്ന ചോദ്യമൊക്കെ അവശേഷിക്കുന്നുണ്ട്. അങ്ങനെ ഏതായാലും തീരുമാനം ഉച്ചയോളം ഉണ്ടാവും. ഉച്ചയ്ക്ക് ശേഷം കാണാം കേട്ടോ. അല്ല അത് പാർട്ടി തീരുമാനിച്ചിട്ട് അറിയിക്കും. ഉച്ചയ്ക്ക് അനൗൺസ്മെന്റ് വരും, അതിനുശേഷം കാണാം. അതുകൊണ്ട് അല്ലാതെ മറ്റേ പ്രതിഷേധം കൊണ്ടൊന്നും കാണാതിരിക്കുന്നതല്ല. എന്തിനെന്നും കണ്ടിട്ട് അത് കുഴപ്പമില്ല. അതിപ്പോ എന്തായാലും സ്ഥാനാർത്ഥി പുതിയ ആള് വരുമ്പോ കൺവെൻഷൻ മാറ്റൊന്നും ഉണ്ടാവില്ല. കൺവെൻഷൻ നടക്കും. ഞാൻ പോയിട്ട് വരാം. പാർട്ടി തീരുമാനങ്ങളിൽ അതൃപ്തി ഉണ്ടാകുകയില്ല എന്നുള്ള സൂചന നൽകി K. മുരളീധരന്റെ പ്രതികരണം. ഉച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളെ കാണാമെന്ന് പറയുന്നു. സ്ഥാനാർത്ഥി മാറുന്നത് ഇതുവരെ നടത്തിയ പ്രചാരണത്തിന്റെ സ്വഭാവത്തെ ബാധിക്കുകയില്ല, കൺവെൻഷനെ ബാധിക്കുകയില്ല എന്ന് മുരളി പറയുന്നിടത്ത് ഉച്ചയ്ക്ക് മാധ്യമങ്ങളെ കാണുമെന്ന് പറയുന്നിടത്തും ഇതിനകത്ത് മുരളിയുടെ അതൃപ്തി പല രീതിയിൽ റിപ്പോർട്ടുകൾ വന്നതാണ്. MS അനീഷ് കുമാർ കൂടി നമുക്കൊപ്പം ചേരുന്നു. അനീഷ്, വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇങ്ങനെ ഒരു മാറ്റത്തിന് K. മുരളീധരൻ എത്രത്തോളം സജ്ജനാണ് അല്ലെങ്കിൽ സന്നദ്ധനാണ് എന്നുള്ള രീതിയിലുള്ള വാർത്തകളായിരുന്നു. ഇതിൽ ഏകദേശം അദ്ദേഹത്തിന്റെ ശരീരഭാഷ, അദ്ദേഹത്തിന് പറഞ്ഞതിന്റെ ആ ശൈലിയെല്ലാം അനുസരിച്ച് തൃശ്ശൂരിലേക്ക് തന്നെ K. മുരളീധരൻ വരുന്നു. അത് പാർട്ടി പറയുന്നതനുസരിച്ച് തന്നെ നടക്കും എന്നുള്ളൊരു സൂചനകളൊക്കെ ഉണ്ട്. ഏതായാലും ഉച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളെ കാണാമെന്ന് പറയുമ്പോഴും ഇപ്പോൾ വിലയിരുത്തേണ്ടത് ഏത് തരത്തിലാണ്? അനീഷ് കേൾക്കുന്നുണ്ടെന്ന് കരുതുന്നു. MS അനീഷ് കുമാർ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം. ഏതായാലും K. മുരളീധരന്റെ പ്രതികരണമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളെ കാണുന്നത് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടല്ല, താൻ മാധ്യമങ്ങളെ ഒഴിവാക്കിയതല്ല, പ്രതികരണം തരാതിരുന്നതല്ല, ഉച്ചയ്ക്ക് ശേഷം തന്നെ മാധ്യമങ്ങളെ കാണും, അതിനുള്ളിൽ ഒരു തീരുമാനമാകും എന്ന് പറയുന്നിടത്തും മാധ്യമ പ്രവർത്തകർ ചോദിക്കുന്നു, തൃശ്ശൂരിൽ മറ്റൊരു സ്ഥാനാർത്ഥി പ്രചാരണം തുടങ്ങി, കൺവെൻഷനുമായി ബന്ധപ്പെട്ട് ഇത്തരം നീക്കങ്ങളെല്ലാം നടക്കുമ്പോൾ ഇനിയൊരു സ്ഥാനാർത്ഥി മാറ്റം ഉണ്ടായാൽ ഇത് ഏത് തരത്തിൽ ബാധിക്കുമെന്ന് ചോദിക്കുമ്പോൾ സ്ഥാനാർത്ഥി മാറിയാലും കൺവെൻഷൻ നടക്കുമെന്ന് പറയുന്നിടത്ത് വായിക്കാവുന്നതാണ്, അതിനിടയിൽ വായിച്ചെടുക്കാവുന്നതാണ്. പാർട്ടി തീരുമാനിച്ചിരിക്കുന്ന വഴിയിലൂടെ തന്നെ പോകാനുള്ള താല്പര്യം K. മുരളീധരൻ വ്യക്തമാക്കുന്നു. ആ ഭാഷ തന്നെയാണ് അദ്ദേഹത്തിന്റെ ആ ശൈലിയിലും ഉള്ളത്. K. മുരളീധരൻ തൃശ്ശൂരിലേക്ക് തന്നെ വന്നേക്കുമെന്നുള്ള സൂചനകൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും നേരത്തെ നമ്മൾ ചർച്ച ചെയ്തു വരുന്നത് പോലെ തന്നെ ഏത് തരത്തിലാണ് വടകരയിൽ അത് ബാധിക്കുക, പ്രത്യേകിച്ച് ലീഗൊക്കെ അതൃപ്തി പ്രകടമാക്കിയിരിക്കുന്ന ഒരു സാഹചര്യം ഒരു വശത്ത് നിൽക്കുക. ഷാഫി പറമ്പിൽ വടകരയിലേക്ക് പോകുമ്പോൾ പാലക്കാട് എന്താണ് സംഭവിക്കുക, ആ തരത്തിലുള്ള ചില ചോദ്യങ്ങൾ ഇതിനകത്തുണ്ട്. പക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ രീതിയിലുള്ള ചില അപ്രതീക്ഷിത നീക്കങ്ങൾ നടത്താതെ വയ്യ എന്നൊരു ഘട്ടത്തിൽ കൂടിയാണ് കോൺഗ്രസ് നിൽക്കുന്നത്. പത്മജ വേണുഗോപാലിന്റെ BJP പ്രവേശം ഈ 48 മണിക്കൂറിനകത്ത് സംഭവിച്ചിരിക്കുന്ന വലിയൊരു പൊളിറ്റിക്കൽ ഡെവലപ്മെന്റായി മാറിയതുകൊണ്ട് അത്
പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത് കോൺഗ്രസിന് തന്നെ ആയതുകൊണ്ട്, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയാകാത്തത് കൊണ്ടെല്ലാം തന്നെ കോൺഗ്രസിന് ആ രീതിയിലുള്ള ചില സർപ്രൈസ് എലിമെന്റുകൾ ഉൾപ്പെടുത്തിയേ മതിയാവുകയുള്ളൂ. MS അനീഷ് കുമാർ ചേരുന്നു. വീണ്ടും അനീഷ്, വായിച്ചെടുക്കേണ്ടത് എങ്ങനെയാണ്? പാർട്ടി തീരുമാനം ഉച്ചയോടുകൂടി മാധ്യമങ്ങളെ അറിയിക്കാം, താൻ എന്തെങ്കിലും പിണക്കമുണ്ടായിട്ട് മാറി നിൽക്കുന്നതല്ല എന്ന് പറയുന്നിടത്തും പോലും ആ രീതിയിലേക്ക് തന്നെ തൃശ്ശൂരിലേക്ക് തന്നെ കെ മുരളീധരൻ വരും, ആ ഒരു സൂചന തന്നെയല്ലേ ഉള്ളത്? തീർച്ചയായും മുരളീധരൻ തൃശ്ശൂരിലേക്ക് പോകുന്നതിനോട് ഏതാണ്ട് യോജിച്ചു വരുന്നു എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളിൽ നിന്നും വ്യക്തമാവുന്നത്. സാധാരണഗതിയിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ പ്രതികരണം എടുക്കാൻ മാധ്യമങ്ങൾ എത്തുമ്പോൾ ഒരു അതൃപ്തി ഒരു കാലത്തും പ്രകടിപ്പിക്കുന്ന ആളല്ല. പക്ഷേ ഇന്ന് രാവിലെ മാധ്യമങ്ങളോട് ഇവിടെ നിന്ന് കുറച്ചു നേരത്തേക്കൊന്ന് മാറാൻ എന്ന് പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങി. പക്ഷേ അത് അദ്ദേഹം തന്നെ വ്യക്തത വരുത്തിയിരിക്കുന്നു. ഒരു അതൃപ്തി കാരണമല്ല, അത് പാർട്ടി തീരുമാനം വരട്ടെ എന്ന് കരുതി കാത്തിരിക്കുന്നതാണ് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും പാർട്ടി തീരുമാനം ഉടൻ വൈകാതെ എത്തും, അപ്പോഴേക്കും താൻ തിരിച്ചെത്തി നിങ്ങളെ കാണും എന്ന രീതിയിൽ തന്നെയാണ് പ്രതികരണം നൽകിയിരിക്കുന്നത്. വടകരയിൽ മറ്റന്നാൾ കൺവെൻഷൻ ചേർക്കാനുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോഴും അദ്ദേഹം പ്രതികരണം പറയുന്നുണ്ട്. എന്തായാലും അവിടെ സ്ഥാനാർത്ഥി ഉണ്ടാകുമ്പോൾ മറ്റ് കൺവെൻഷനും യോഗങ്ങളുമൊക്കെ അതുപോലെ നടക്കുമല്ലോ എന്നും അദ്ദേഹം പറയുന്നു. എന്തായാലും പ്രവർത്തകരടക്കമുള്ള ആളുകൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് രാവിലെ എത്തി അദ്ദേഹവുമായി ചർച്ചകൾ നടത്തിയത് നമുക്ക് കാണാൻ കഴിയും. എന്തായാലും മുരളീധരൻ ഈ മണ്ഡല മാറ്റത്തോട് ഒരു യോജിപ്പിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച തന്നെ ആണ് നമുക്ക് കാണാൻ കഴിയുന്ന. പ്രവർത്തകരൊക്കെ നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. അദ്ദേഹം വടകരയിൽ നിന്ന് മാറുന്നു, തൃശ്ശൂരിലേക്ക് പോകുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. എങ്ങനെയാണ് നിങ്ങളുടെയൊക്കെ ഒരു കാഴ്ചപ്പാട്? നിങ്ങളോട് അദ്ദേഹം സംസാരിച്ചോ? അദ്ദേഹം ഇക്കാര്യം പറഞ്ഞില്ല. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നമുക്കൊന്നുമില്ല, പാർട്ടി തീരുമാനം എന്താണോ അതാണ് അംഗീകരിക്കുക, അതിലപ്പുറമൊന്നുമില്ല. അദ്ദേഹം തൃശ്ശൂർ പിടിക്കാൻ പറ്റിയ ആള് തന്നെയാണ്. തീർച്ചയായിട്ടും. 20 നിയോജകമണ്ഡലം പിടിക്കാൻ പറ്റുന്ന ആളാ. അദ്ദേഹം 20 നിയോജകമണ്ഡലം പിടിക്കാൻ പറ്റുന്ന ആളാ. അതായത് എവിടെ വേണേലും ഇട്ടാലും മണ്ഡലം പിടിക്കാം. എവിടെ വേണേലും ഏത് സ്ഥലത്തിട്ടാലും പിടിക്കും. ഏത് മണ്ഡലം വേണേലും പുള്ളിക്ക് കൊടുത്താൽ ഫ്രീ ആണ്. ഞങ്ങളെ സംബന്ധിച്ചോളം ഏറ്റവും മുൻപന്തിയിൽ ഏറ്റവും ഭൂരിപക്ഷത്തോടെ ജയിക്കാൻ പറ്റുന്ന സ്ഥാനാർത്ഥിയാണ് കെ മുരളീധരൻ. അദ്ദേഹം വടകര വന്നത് കഴിഞ്ഞ ഇലക്ഷനിലൊരു മാസ എൻട്രിയാണ്. അവിടെ ആക്രമണ രാഷ്ട്രീയത്തിനെതിരിൽ പോയി, അവിടെ പരാജയപ്പെടുത്തി. നേമത്ത് പോയി, അവിടെയും BJPനെ ഇല്ലാതാക്കി. അതേപോലെ തന്നെയാണ് ഇനി തൃശ്ശൂർ വരികയാണെങ്കിൽ അതറിയില്ല, കാരണം അത് പാർട്ടിന്റെ തീരുമാനവും ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അതൊരു മണിക്കൂറിനുള്ളിൽ അതിന്റെ പാർട്ടിക്ക് ഒരു ഇതില്ല. അദ്ദേഹം എവിടെ കെ മുരളീധരൻ എന്ന കേരളത്തിന്റെ സ്വത്താണ്. അത് കോൺഗ്രസിന്റെ മാത്രമല്ല, കേരള ജനതയുടെ സ്വത്താണ്. ഈ ആശയമാണ് കെ മുരളി. പണ്ട് രാഹുൽ ഗാന്ധി നേമത്ത് പറഞ്ഞ പോലെ അതൊരു ആശയമാണ് കെ മുരളീധരൻ. അത് ഇങ്ങനത്തെ പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ പാർട്ടിനെ രക്ഷിച്ചിട്ടുണ്ട്. അത് ഇനിയും ഉണ്ടാവട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതെ, അങ്ങനെ തന്നെ. ഇവിടെ വർഗീയ പാർട്ടിയെ കേരളത്തിൽ നിലനിർത്തിക്കൂല, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ആ ലക്ഷ്യം ഞങ്ങൾ പൂർത്തീകരിക്കും. എന്തായാലും പ്രവർത്തകർ പറയുന്നത് ഒരു പാൻ കേരള സ്ഥാനാർത്ഥി ഉണ്ടെങ്കിൽ അത് കെ മുരളീധരനാണ്. അദ്ദേഹം ഏത് മണ്ഡലത്തിൽ വേണമെങ്കിലും മത്സരിക്കട്ടെ, അദ്ദേഹം എവിടെ മത്സരിച്ചാലും ആ സീറ്റ് പിടിച്ചെടുക്കും. കാരണം വർഗീയ പാർട്ടിയെ കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ അനുവദിക്കാതിരിക്കുക എന്നത് കെ മുരളീധരന്റെ ഒരു ദൗത്യമാണ്. അദ്ദേഹം ആ ദൗത്യം പൂർണ്ണമായി പാലിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും വലിയ മാറ്റങ്ങൾ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ടായിരിക്കുന്നു. അദ്ദേഹം തൃശ്ശൂരിനോട് പൊരുത്തപ്പെട്ടിരിക്കുന്നു എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ഇവിടെ നിന്നും നൽകാൻ കഴിയുന്നത്. ഒരു മണിക്കൂറിനുള്ളിൽ കോഴിക്കോട് നിന്ന് ചിത്രം വ്യക്തമാകും. കെ മുരളീധരൻ തന്നെ മാധ്യമങ്ങളെ കാണും. നമുക്ക് ഈ പ്രവർത്തകരുടെ അഭിപ്രായങ്ങളിൽ നിന്നുള്ള വികാരം വ്യക്തമാണ്. വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ പാർട്ടി കടന്നു പോവുകയാണ്. അതുകൊണ്ട് ഇനിയൊരു അസ്വാരസ്യങ്ങൾക്ക് ഇടമില്ല എന്ന് വിശ്വസിക്കുന്ന പാർട്ടി പ്രവർത്തകരെ തന്നെ കാണുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ചില നീക്കങ്ങൾ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ വേണ്ടതാണ് എന്ന് തന്നെ പ്രവർത്തകർ പറയുന്നിടത്ത് ആ രീതിയിൽ തന്നെ വിചാരിക്കണം. ഇപ്പോൾ വരുന്ന വാർത്ത നാളെ കെ മുരളീധരൻ തൃശ്ശൂരിലെത്തും എന്നുള്ളതാണ്. CV അനുമോദും നമുക്കൊപ്പം ചേരുന്നു. അനുമോദ്, മുരളീധരൻ തൃശ്ശൂരിൽ തന്നെ എന്നുള്ളതിന് ആ ചിത്രം വ്യക്തമാകുന്ന സൂചനകൾ തന്നെയാണോ വന്നുകൊണ്ടിരിക്കുന്നത്? സ്വാഭാവികമായിട്ടും മാറി മറിയുന്ന ഒരു പൊളിറ്റിക്കൽ ഇക്വേഷൻസ് ആയിട്ട് തൃശ്ശൂർ മാറാൻ പോകുന്നു. ആ രീതിയിലേക്കുള്ള 3 പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ആ രീതിയിലേക്കുള്ള ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്നുള്ളത് വ്യക്തമാവുകയാണ്. മുരളീധരന്റെ കാര്യത്തിൽ മാത്രമാണ് അങ്ങനെ ഒരു സർപ്രൈസ് നീക്കത്തിലേക്ക് കോൺഗ്രസ് കടക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള അസ്വാരസ്യമോ അഭിപ്രായ വ്യത്യാസമോ അതിനകത്തുണ്ടാകുമോ എന്നുള്ള ചില റിപ്പോർട്ടുകൾ വരുന്നതിനകത്ത് അതെല്ലാം തള്ളിക്കൊണ്ട് കെ മുരളീധരൻ തൃശ്ശൂരിൽ എത്തുകയാണ് നാളെ എന്ന് സ്ഥിരീകരിക്കാമോ ഇപ്പോൾ?
തീർച്ചയായും കഴിഞ്ഞ 24 മണിക്കൂറിനിടെ അത്യധികം നാടകീയമായ സംഭവവികാസങ്ങളാണ് തൃശൂർ കേന്ദ്രീകരിച്ച് രാഷ്ട്രീയത്തിൽ സംഭവിച്ചിരിക്കുന്നത്. പത്മജ വേണുഗോപാലിന്റെ BJP പ്രവേശനമാണ് തൃശൂരിലെ രാഷ്ട്രീയ നീക്കങ്ങൾക്കെല്ലാം തന്നെ അടിസ്ഥാനമായിട്ടുള്ളത് എന്നതും വളരെ ശ്രദ്ധേയമാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു പ്രചരണത്തിന് തുടക്കമിട്ട TN പ്രതാപനെ. അദ്ദേഹം കരുണാകരന്റെ ആ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടത്തി പ്രചരണത്തിന് തുടക്കമിടുകയാണെന്ന് പറഞ്ഞു. അദ്ദേഹത്തോട് നമ്മൾ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ 37 ഡിഗ്രി ചൂടിൽ 300 കിലോമീറ്റർ ദൂരം നടന്നു കഴിഞ്ഞു, വോട്ടർമാരെ കണ്ടു കഴിഞ്ഞു, ആത്മവിശ്വാസമുണ്ട്, ഒരു തരത്തിലും ആശങ്കയില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് പക്ഷേ ഇവിടെ സർപ്രൈസ് എൻട്രി ആയിട്ട് കെ മുരളീധരൻ വരുന്നത്. BJPയിലേക്ക് പോയ പത്മജയ്ക്ക് മറുപടിയായിട്ട് കരുണാകരന്റെ മകൻ കെ മുരളീധരൻ തന്നെ തൃശ്ശൂരിൽ മത്സരിക്കുന്നു എന്നത് കോൺഗ്രസ് എടുക്കുന്ന ഏറ്റവും മികച്ച ഒരു മാസ്റ്റർ സ്ട്രോക്ക് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ എന്ന് പറയേണ്ടി വരും. എന്താണെങ്കിലും TN പ്രതാപനെ സംബന്ധിച്ച് ഏറെക്കുറെ ഉറപ്പിച്ച സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിന്മാറുക എന്നത് വലിയ മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം അദ്ദേഹത്തിന് വേണ്ടി പോസ്റ്ററുകൾ പതിച്ചു കഴിഞ്ഞു, ഫ്ലക്സുകൾ പ്രിന്റ് ചെയ്ത് പലയിടത്തും ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു, ചുവരെഴുത്ത് കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിന് വേണ്ടിയുള്ള ആ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ആദ്യഘട്ടത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം കഴിഞ്ഞു, വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് അതിനുവേണ്ടി നടത്തി കഴിഞ്ഞിരിക്കുന്നു. ആ ഒരു ഘട്ടത്തിലാണ് അദ്ദേഹം പിന്മാറേണ്ടി വരുന്നത്. സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് മാനസികമായിട്ട് ചില ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ ഇതാണ് ഏറ്റവും നല്ല തീരുമാനമെന്ന് നേതൃത്വം പറയുമ്പോൾ അത് അംഗീകരിക്കുക എന്നത് മാത്രമാണ് ഇപ്പോൾ പ്രതാപന്റെ മുൻപിലുള്ള ഒരു വഴിയും. മാത്രമല്ല വരുന്നത് കെ മുരളീധരനായതുകൊണ്ടും പത്മജ വേണുഗോപാൽ BJPയിലേക്ക് പോയ ഒരു സാഹചര്യം കൂടി പരിഗണിക്കുമ്പോൾ തൃശ്ശൂരിൽ കോൺഗ്രസിന് നടത്താവുന്ന ഏറ്റവും നല്ല ഒരു നീക്കം തന്നെയായിട്ട് വേണം അതിനെ കാണുവാൻ. മറുവശത്ത് കഴിഞ്ഞ ദിവസം നമ്മൾ BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ക്യാമ്പയിന്റെ കൂടെ ഉണ്ടായിരുന്നു. അതുപോലെ CPIയുടെ ഇടതുപക്ഷത്തിന്റെ പ്രചരണത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു. രണ്ട് പാർട്ടികളും TN പ്രതാപനെ മുഖ്യ എതിരാളിയായി കണ്ട് അദ്ദേഹം കഴിഞ്ഞ 5 വർഷം TN പ്രതാപൻ എന്ത് ചെയ്തു, എന്ത് ചെയ്തില്ല എന്ന കാര്യങ്ങൾ ജനങ്ങളുമായി സംവേദനം നടത്തിയാണ് അവരുടെ ക്യാമ്പയിൻ പുരോഗമിച്ചിരിക്കുന്നത്. പക്ഷേ TN പ്രതാപൻ മാറുന്നതോടെ ഈ ചിത്രം മാറുകയാണ്. ഇടതുപക്ഷവും BJPയും രണ്ടുപേർക്കും TN പ്രതാപനാണെങ്കിൽ ക്യാമ്പയിൻ കുറെ കൂടി നന്നായിട്ട് കൊണ്ടുപോകാൻ കഴിയുന്നൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. ഇനി മുരളീധരൻ വരുന്നതോടെ അതിന്റെ സ്ട്രാറ്റജി തന്നെ മാറ്റേണ്ട ഒരവസ്ഥയാണ് ഈ ഇരു പാർട്ടികൾക്കും ഉണ്ടാവുക. സ്വാഭാവികമായിട്ടും സാമുദായിക സമവാക്യങ്ങളിൽ മാറ്റം വരും, അന്തരീക്ഷത്തിൽ മാറ്റം വരും. മാത്രമല്ല കോൺഗ്രസിന്റെ താഴെ തട്ട് മുതൽ ഈ ഒരു തൃശ്ശൂർ നിലനിർത്തേണ്ടത് ഒരു അഭിമാന പോരാട്ടമായി കണ്ട് താഴെ തട്ട് മുതൽ പ്രവർത്തകർ ഊർജ്ജസ്വലമായിട്ട് രംഗത്തിറങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുക. ഇതിനെ സൂചിപ്പിക്കുന്നതാണ് ഇപ്പോൾ നാളെ അദ്ദേഹം വരുമ്പോൾ, കെ മുരളീധരൻ വരുമ്പോൾ റോഡ് ഷോ നടത്തി സ്വീകരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം. അതുകൊണ്ട് തന്നെ തൃശ്ശൂരിൽ ഈ പോരാട്ടം ത്രികോണ മത്സരം എന്ന് പറയുമ്പോഴും ഏറ്റവും കടുത്ത പോരാട്ടത്തിന് കളമൊരുങ്ങുന്നത് തീർച്ചയായിട്ടും അത് സ്ഥിരീകരിക്കാവുന്ന രീതിയിലേക്ക് കെ മുരളീധരൻ തൃശ്ശൂരിൽ നാളെ എത്തുമെന്ന് സ്ഥിരീകരിക്കാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ അതിശക്തമായിട്ടുള്ള ഒരു പോരാട്ടത്തിലേക്ക് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പത്മജ വേണുഗോപാലിന്റെ BJPയിലേക്കുള്ള പോക്ക് അതൊരു തിരിച്ചടിയായി കണ്ടുകൊണ്ട് അതിൽ തളരാതെ അതൊരു പുതിയ ഊർജ്ജമായി കണക്കിലെടുത്തുകൊണ്ട് പാർട്ടി മുന്നേറണം എന്നുള്ള ചില തീരുമാനങ്ങളിലേക്ക് കടക്കുന്നു. അത്തരം ചില നീക്കങ്ങളിലേക്ക് കടക്കുകയൊക്കെ ചെയ്തിരിക്കുന്നു. ഇതിനിടയിൽ പത്മജ വേണുഗോപാൽ ഇന്ന് തിരുവനന്തപുരത്ത് എത്തുകയാണ്. ഇന്നലെ സംസ്ഥാന BJP നേതൃത്വത്തിന്റെ അസാന്നിധ്യത്തിൽ കൂടിയായിരുന്നു BJP അംഗത്വം സ്വീകരിച്ചത് പത്മജ വേണുഗോപാൽ. ഇന്ന് തിരുവനന്തപുരത്ത് എത്തുമ്പോൾ ഇന്നലെ കോൺഗ്രസ് നേതാക്കൾ നടത്തിയ രൂക്ഷമായിട്ടുള്ള ചില വിമർശനങ്ങളുണ്ട്. പ്രത്യേകിച്ച് യുവ നേതാക്കളടക്കം ഏത് തരത്തിലുള്ള പ്രതികരണമായിരിക്കും പത്മജ വേണുഗോപാലിന്റെ ഭാഗത്ത് നിന്നുണ്ടാവുക എന്നുള്ളത് കേരള രാഷ്ട്രീയം കൂടി ഉറ്റുനോക്കുന്ന കാര്യമാണ്. VV വിനോദ് എയർപോർട്ടിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. വിനോദ്, എപ്പോഴത്തേക്ക് പത്മജ വേണുഗോപാൽ എത്തും എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്? സംസ്ഥാന BJPയിലെ നേതൃത്വ നിരയിലെ പ്രധാനപ്പെട്ട നേതാക്കൾ ആരെല്ലാം അവിടെ ഉണ്ട്? എന്താണ് മനസ്സിലാക്കേണ്ടത്? വിനോദിലേക്ക് ചെല്ലാം. ഉറ്റുനോക്കുന്നത് അല്പസമയത്തിനകം പത്മജ വേണുഗോപാൽ തിരുവനന്തപുരത്തെത്തും. 11 മണിക്ക് മാധ്യമങ്ങളെ കാണുമെന്നുള്ള വാർത്ത കൂടിയുണ്ട്. വിനോദ്, അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാന BJP നേതാക്കളുടെ കൃത്യമായ പ്രതികരണങ്ങൾ, പത്മജയുടെ പ്രതികരണങ്ങൾ എല്ലാം ഇനി വരുന്ന മണിക്കൂറുകളിൽ നിറയാനിരിക്കുകയാണ്. അതിനു മുൻപ് ശരണ്യ സ്നേഹജൻ ആലപ്പുഴയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുന്നു. ശരണ്യ, വളരെ പ്രധാനപ്പെട്ട കാര്യം, KC വേണുഗോപാൽ വീണ്ടും ആലപ്പുഴയിലേക്ക് എത്തുമെന്നുള്ള ഒരു സൂചനകളും ഈ സർപ്രൈസ് പട്ടികയ്ക്കൊപ്പമുണ്ട്. പ്രധാന വിഷയം രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ ഉണ്ടാകുമെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ രാഹുൽ ഗാന്ധിയും
ഒപ്പം കെ.സി. വേണുഗോപാലും മത്സര രംഗത്തേക്ക് ഇറക്കുകയാണെങ്കിൽ അത് സംഘടനാ സംവിധാനത്തെ ബാധിക്കുന്ന രീതിയിൽ അതുകൊണ്ട് തന്നെ കെ.സിക്ക് മാറി നിൽക്കേണ്ടതായി വരുമോ എന്നുള്ളൊരു ചോദ്യം. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പേര് ആ രീതിയിൽ ഒരു വടി കൂടി കടന്നുകൊണ്ട് കോൺഗ്രസ് വൃത്തങ്ങൾക്കിടയിലും അണികൾക്കിടയും എല്ലാം മുന്നോട്ട് പോയ ഒരു സാഹചര്യം എല്ലാം ഉണ്ട്. അതിൽ എന്ത് സ്ഥിരീകരണമാണ് നമുക്കിപ്പോൾ നൽകാനാവുക? അപർണ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം, അതായത് കെ.സി. വേണുഗോപാൽ തന്നെ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിക്കുമെന്നുള്ളതാണ്. പരമാവധി സീറ്റുകൾ നേടുക എന്നുള്ള ലക്ഷ്യമാണ് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത്. വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിച്ചാലും കെ.സി. വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിക്കാനാണ് സാധ്യത എന്നുള്ളതാണ്. ആ സാധ്യത തന്നെയാണ് ഇപ്പോഴും മുന്നിൽ നിൽക്കുന്നത് എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ആദ്യഘട്ടം മുതൽ തന്നെ, അതായത് കഴിഞ്ഞ ഈ തിരഞ്ഞെടുപ്പിലേക്ക് അടുക്കുന്ന ഘട്ടം മുതൽ തന്നെ ആലപ്പുഴയിലെ പ്രവർത്തനങ്ങളുമായി കേന്ദ്രീകരിച്ച് കെ.സി. വേണുഗോപാൽ നിൽക്കുന്നുണ്ടായിരുന്നു. അത്തരത്തിൽ ആലപ്പുഴയുടെ പ്രവർത്തനങ്ങളുമായി അദ്ദേഹം ചേർന്ന് പോകുന്ന സാഹചര്യം ഉണ്ട്. അത് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് തന്നെയുള്ള ഒരു നീക്കമായിരുന്നു എന്നുള്ളത് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഈ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്ന ഘട്ടമുണ്ടെങ്കിൽ പോലും ആലപ്പുഴയിൽ കെ.സി. പ്രത്യേകിച്ച് ആ സീറ്റ് നിലനിർത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. ആലപ്പുഴയിൽ ഒരു കടുത്ത മത്സരമായിരുന്നു. കെ.സി. വേണുഗോപാൽ അല്ലാതെ മറ്റേത് സ്ഥാനാർത്ഥി വന്നാലും ആലപ്പുഴയിൽ ഒരു കടുത്ത മത്സരത്തിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട്. അത്തരത്തിൽ പ്രത്യേകിച്ച് ആലപ്പുഴയുടെ ഒരു പൊതുചിത്രം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സിറ്റിംഗ് എം പി എ എം ആരിഫ് അവിടെ മത്സരിക്കുന്നു. LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. ശോഭാ സുരേന്ദ്രൻ പൊതുവെ മത്സരിച്ച ഇടങ്ങളിലെല്ലാം വോട്ട് നില ഉയർത്തിയിട്ടുള്ള ശോഭാ സുരേന്ദ്രനാണ് BJP സ്ഥാനാർത്ഥിയായി NDA സ്ഥാനാർത്ഥിയായി ആലപ്പുഴയിൽ മത്സരിക്കുന്നത്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി കെ.സി. വേണുഗോപാൽ വരണമെന്നുള്ള ആവശ്യം ആലപ്പുഴയിലെ നേതൃത്വത്തിനും കേരളത്തിലെ പാർട്ടിക്കുമുണ്ട്. അത്തരമൊരു ആവശ്യം ആദ്യഘട്ടം മുതൽ തന്നെ ആലപ്പുഴയിലെ പാർട്ടി നേതൃത്വം ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. സീറ്റ് നിലനിർത്തുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഘടകം. അതുകൊണ്ട് തന്നെ കെ.സിയെ പോലെയുള്ള ഒരാളെ ഇറക്കി തന്നെ ഇവിടെ ആ സീറ്റ് നിലനിർത്തണം എന്നുള്ളതാണ്. നമുക്കറിയാം 2004 മുതൽ ആലപ്പുഴയുടെ തട്ടകത്തിൽ, അതായത് കെ.സി. വേണുഗോപാൽ സംഘടനാ പ്രവർത്തനം ആരംഭിച്ച യൂത്ത് കോൺഗ്രസിലൂടെയും KSUയിലൂടെയും കണ്ണൂർ ജില്ലക്കാരനായ അദ്ദേഹം സംഘടനാ പ്രവർത്തനം ആരംഭിച്ചുവെങ്കിലും അദ്ദേഹത്തിന്റെ തട്ടകം എല്ലാ കാലത്തും ആലപ്പുഴയായിരുന്നു. ആലപ്പുഴയിലെ ജനങ്ങളുമായി അത്രയധികം ബന്ധമുള്ള ഒരാളുമാണ്. 2004 മുതൽ അത്തരത്തിൽ ഈ പല ഘട്ടങ്ങളിലായി 3 തവണയായി അദ്ദേഹം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് തന്നെ ടൂറിസം മന്ത്രിയായി അദ്ദേഹം ദേവസ്വം വകുപ്പുകളിലൊക്കെ ക്യാബിനറ്റ് പദവിയിലേക്ക് സംസ്ഥാന നിയമസഭയിൽ എത്തിയിട്ടുള്ള ആളാണ്. ഒപ്പം പിന്നീട് ഇവിടെ നിന്ന് പാർലമെന്റിലേക്ക് മത്സരിക്കുകയും സ്ഥിരീകരിക്കുന്നത് ആലപ്പുഴയിൽ നിന്ന് കെ.സി. വേണുഗോപാൽ തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകുമെന്നുള്ള വിവരം കൂടിയാണ്. ഇപ്പോൾ BV വിനോദ് എയർപോർട്ടിൽ നിന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് നമുക്ക് പറ്റിയിരുന്നു. വിനോദ്, ഉറ്റുനോക്കുന്നത് സംസ്ഥാന BJPയിലെ ആരെല്ലാം പ്രധാനമായിട്ടും അവിടെ ഉണ്ടാകും? ഇത് ഇനി വരാൻ പോകുന്ന പ്രതികരണങ്ങൾ ഏത് തരത്തിലായിരിക്കും? കോൺഗ്രസ് നേതാക്കൾക്ക് പത്മജ ഏത് തരത്തിലുള്ള മറുപടി കൊടുക്കും? ഇതെല്ലാം ഉണ്ട്. അങ്ങനെ കൊണ്ടും കൊടുത്തും പോകാവുന്ന ഒരു രീതിയിലേക്ക് അഭിപ്രായ പ്രതികരണങ്ങളുടെ വേദിയായി കൂടി ഇനിയുള്ള മണിക്കൂറുകൾ മാറുമെന്നതിൽ തർക്കമില്ല. അങ്ങനെ ഉറ്റുനോക്കുന്ന ഒരു സമയത്ത് കൂടിയാണ് പത്മജ വേണുഗോപാൽ തിരികെ കേരളത്തിലേക്ക് എത്തുന്നത്. ഏതെല്ലാം നേതാക്കളുടെ BJP നേതാക്കളുടെ സാന്നിധ്യം ഉണ്ട് അവിടെ ഇപ്പോൾ? അപർണ, അല്പസമയത്തിനുള്ളിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ പത്മജ വേണുഗോപാൽ എത്തും. BJP ക്യാമ്പ് വലിയ ആവേശത്തിലാണ്. കാരണം പത്മജ വേണുഗോപാൽ എന്ന പേരിനപ്പുറത്തേക്ക് കരുണാകരന്റെ മകൾ എന്ന വിലാസം, അതായത് BJP നേതാക്കൾ ഇന്നലെയും ഇന്നുമായി ചൂണ്ടിക്കാണിക്കുന്ന കാര്യം, കോൺഗ്രസിലെ 2 പ്രധാന ദ്വന്ദ്വങ്ങളായിരുന്നു AK ആന്റണി, കരുണാകരൻ. അതൊരു യുഗമായിരുന്നു. 2 ഗ്രൂപ്പുകളായി തിരിഞ്ഞു നിന്ന് കോൺഗ്രസിനെ 2 ഗ്രൂപ്പുകൾക്ക് നേതൃത്വം നൽകി കോൺഗ്രസിനെ മുന്നോട്ട് കൊണ്ടുപോയത് തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഒരുമിക്കുന്ന ശക്തികൾ, തിരഞ്ഞെടുപ്പ് സമയത്ത് CPM-നെ LDF-നെ നേരിടുന്ന പ്രധാനപ്പെട്ട ശക്തികൾ, കോൺഗ്രസിലെ 2 ശക്തികൾ. ഈ 2 പ്രധാന വ്യക്തിത്വങ്ങളുടെ മക്കൾ കേരളത്തിൽ BJPയിലേക്ക് എത്തിയിരിക്കുന്നു. അനിൽ ആന്റണി ആദ്യം എത്തുന്നു, തൊട്ട് പിന്നാലെ പത്മജ വേണുഗോപാൽ എത്തുന്നു. ഇനി എന്താണ് കോൺഗ്രസിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് നിങ്ങൾ കണ്ടോളൂ എന്ന ഒരു കാര്യമാണ് BJP നേതാക്കൾ പറയുന്നത്. വലിയ ആത്മവിശ്വാസമാണ് അവരെ സംബന്ധിച്ച്. പ്രത്യേകിച്ച് തൃശൂർ A+ മണ്ഡലമായി കണക്കാക്കുന്ന ഒരിടമാണ്. അവിടെയാണ് കോൺഗ്രസിലെ ചതി പറഞ്ഞുകൊണ്ട്, തന്നെ പാലം വലിച്ച കഥ പറഞ്ഞുകൊണ്ട്, കുതുകാൽ വെട്ടിയ കഥ പറഞ്ഞുകൊണ്ട് പത്മജ വേണുഗോപാൽ കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് വരുന്നത്. ഇത് BJP ക്യാമ്പിന് വലിയ ആവേശമാണ് നൽകുന്നത്. കാരണം ഇങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കൾ, പ്രധാന മുഖങ്ങൾ വരുമ്പോൾ ഇതിവിടെ അവസാനിക്കുന്നില്ല എന്ന കാര്യം തന്നെയാണ് BJP നേതാക്കൾ പ്രധാനമായും പറയുന്നത്. ഇനിയും നേതാക്കൾ ഇതിലേക്ക് എത്തും, BJPയിലേക്ക് എത്തും. നമ്മളൊക്കൊപ്പം ഇപ്പോഴുള്ളത് തിരുവനന്തപുരം ജില്ലയുടെ BJPയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് RS രാജീവാണ്. രാജീവ്, നമ്മൾ ഇപ്പോൾ സൂചിപ്പിച്ച കാര്യം, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നിങ്ങൾ വാർത്താ സമ്മേളനത്തിൽ പ്രധാനപ്പെട്ട നേതാക്കൾ പറഞ്ഞത് ഇനിയും ഉണ്ടാകും,
കോൺഗ്രസിൽ നിന്നുള്ള ഒഴുക്ക് BJPയിലേക്ക് എന്ന നിലയ്ക്കാണ്? കോൺഗ്രസിൽ നിന്ന് മാത്രമല്ല, നരേന്ദ്രമോദിയുടെ വികസന രാഷ്ട്രീയത്തിൽ, വികസന അജണ്ടയിൽ ആകൃഷ്ടരായിട്ടുള്ള നിരവധിയായിട്ടുള്ള ആൾക്കാർ കേരളത്തിനകത്ത് രാജ്യത്തെ ആകമാനം മാറി വരികയാണ്. അതിന്റെ ഭാഗമായിട്ട് കേരളത്തിലും വരുന്നു. കേരളത്തിൽ ഇനി പ്രസക്തി എന്ന് പറയുന്നത് BJPയുടെ വികസന രാഷ്ട്രീയമാണെന്ന് കേരളത്തിലെ ആൾക്കാർ മനസ്സിലാക്കുന്നു. കേരളം മാറണമെന്ന് ചിന്തിക്കുന്ന ആൾക്കാർ ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പം വരുന്നു, നരേന്ദ്രമോദിയൊപ്പം വരുന്നു എന്നതാണ് വസ്തുത. പത്മജയുടെ കടന്നുവരവ് തൃശൂരിനപ്പുറത്തേക്ക് കേരളം മുഴുവൻ ഒരു ചലനമുണ്ടാക്കും, അങ്ങനെ ഒരു പ്രതീക്ഷയുണ്ട്? തീർച്ചയായിട്ടും ഉണ്ടാകും. കാരണം കെ കരുണാകരന്റെ മകളെന്ന നിലയ്ക്ക് നേരത്തെ ഇപ്പോൾ AK ആന്റണിയുടെ മകൻ വന്നു, ഇപ്പൊ കെ കരുണാകരന്റെ മകൾ വരുന്നു. ഇതെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, മൊത്തത്തിൽ കേരളത്തിൽ മാത്രമല്ല രാജ്യത്താകമാനം ഉണ്ടായിട്ടുള്ള ഒരു മാറ്റം, ആ മാറ്റത്തിന്റെ ഒരു ആ ധ്വനി കേരളത്തിലുണ്ടാകും. കാരണം കേരളം അങ്ങ് പടുകുഴിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ കേരളത്തിന് മാറണം, കേരളത്തിലെ ഇത്തരം രാഷ്ട്രീയ അജണ്ടകളൊക്കെ മാറണമെന്ന് തീരുമാനിക്കുന്ന പ്രബുദ്ധരായിട്ടുള്ള പല ലീഡർമാരുടെ മക്കൾ ഇനി വരും. പുതിയ തലമുറ BJPയിൽ വരാൻ സാധിക്കും. കാരണം ഇത് കണ്ട് ഈ രാജ്യത്തെ വികസനം കാണുന്ന ഓരോ നേതാക്കന്മാരുടെ, ഏത് പാർട്ടിയാകട്ടെ, അവരുടെ മക്കളെ സംബന്ധിച്ചോളം, അവരുടെ കുടുംബത്തെ സംബന്ധിച്ചോളം അവരിന്ന് വിശ്വാസം അർപ്പിക്കുന്ന നരേന്ദ്രമോദിയിലാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിരവധിയായിട്ടുള്ള ആൾക്കാർ ഇനിയും വരുമെന്നുള്ളതാണ്. ഇന്നത്തെ പരിപാടി എങ്ങനെയാണ്? പത്മജ വേണുഗോപാൽ വന്ന ഇവിടെ ഊഷ്മളമായിട്ടുള്ള സ്വീകരണമാണ് BJP ഒരുക്കിയിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് പത്രസമ്മേളനമുണ്ട്. ആ രീതിയിൽ, കാരണം മുന്നോട്ടുള്ള പ്രയാണത്തിലേക്കുള്ള ഒരു പടി കൂടിയായിട്ടാണ് അവരുടെ വരവ് BJP കാണുന്നത്. BJP മൊത്തം കേരളത്തിനകത്തുണ്ടാകുന്ന മാറ്റത്തിന്റെ മറ്റൊരു പ്രതിനിധി കൂടിയാണ്. ഇനിയും നിരവധി പേര് വരും. അത് പൂർവാധികം ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന നേതാക്കന്മാർ, ആ നേതാക്കന്മാരെ പ്രൊജക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു പൊളിറ്റിക്സ് ആണ്. ഓക്കെ, വിനോദ് വിവരങ്ങൾ നൽകിയത് എയർപോർട്ടിൽ നിന്ന്. ഏതായാലും ഉറ്റുനോക്കുന്നത് പത്മജ വേണുഗോപാലിന്റെ വാർത്താ സമ്മേളനത്തിലേക്ക് തന്നെ. ഏത് തരത്തിലായിരിക്കും മറുപടികൾ എന്നുള്ളത് ഉറ്റുനോക്കാം. ഒപ്പം സംസ്ഥാന BJP നേതാക്കളുടെ പ്രതികരണങ്ങൾ കൂടി ആ സമയത്ത് എങ്ങനെ വരും എന്നുള്ളത്. വിനേഷ് കുമാർ കൂടി നമുക്കൊപ്പം ചേരുന്നത് ഷാഫി പറമ്പലിന്റെ വസതിയിൽ നിന്നുകൂടിയാണ്. പ്രധാനപ്പെട്ട കാര്യം, ഷാഫി പാലക്കാട് വിട്ട് വടകരയിലേക്ക് പോകുമോ എന്നുള്ള ഒരു ചോദ്യം വരുമ്പോൾ, പാലക്കാട് ഒരു തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കടക്കുക, ലീഗ് അടക്കം ചില അതൃപ്തികൾ പ്രകടമാക്കിയിട്ടുണ്ട് എന്നുള്ള സൂചനകളൊക്കെ വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം ഷാഫിയുടെ ഭാഗത്തു നിന്നോ ആ വൃത്തങ്ങളിൽ നിന്നോ ഉണ്ടോ? അപർണ, നിലവിൽ ഷാഫിയിൽ നിന്ന് അത്തരത്തിലുള്ളൊരു പ്രതികരണമൊന്നും ലഭിച്ചിട്ടില്ല. കാരണം ഇതിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനം വരുന്ന മുറയ്ക്ക് മാത്രമായിരിക്കും ഉണ്ടാവുക. എന്തായാലും കോൺഗ്രസ് ക്യാമ്പുകളെല്ലാം തന്നെ വലിയ ആവേശത്തിലാണ്. എന്തായാലും ഷാഫി പറമ്പിൽ വടകര സ്ഥാനാർത്ഥിയാവുമോ, UDFന്റെ ലോക്സഭ സ്ഥാനാർത്ഥിയാവുമോ എന്നറിയണമെങ്കിൽ ഇനി നമുക്ക് അല്പസമയം കൂടി കാത്തിരിക്കേണ്ടി വരും. എന്തായാലും വടകര പോലുള്ളൊരു മണ്ഡലത്തിൽ കഴിഞ്ഞ 2 തവണ മുല്ലപ്പള്ളി രാമചന്ദ്രനും അതിനുശേഷം K മുരളീധരനും വലിയ ഭൂരിപക്ഷത്തിന് ജയിച്ച മണ്ഡലമാണ്. ഇവിടെ ഷാഫിയെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളി തന്നെയായിരിക്കും പുതിയ സാഹചര്യത്തിൽ. കാരണം മുമ്പ് P ജയരാജനാണെങ്കിൽ ഇപ്പോൾ KK ശൈലജയാണ് അവിടെ സ്ഥാനാർത്ഥിയായി എത്തുന്നത്. സ്വാഭാവികമായും CPM ക്യാമ്പുകളെല്ലാം തന്നെ വലിയ പ്രതീക്ഷയിലും ഒപ്പം തന്നെ വലിയ ആത്മവിശ്വാസത്തിലുമാണ്. ഇത് തകർക്കാൻ ഷാഫിക്ക് എത്രത്തോളം കഴിയും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. നമുക്കറിയാം, ഈ വടകര മണ്ഡലത്തിൽ മലയോര മേഖലയിൽ UDFന് വലിയ സ്വാധീനമുള്ള സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു. കഴിഞ്ഞ മാണി വിഭാഗത്തിൻ്റെ, കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിനെല്ലാം തന്നെ ഈ ഭാഗത്ത് നല്ല സ്വാധീനമുണ്ടായിരുന്ന സ്ഥലങ്ങളുണ്ട്. ഇതെല്ലാം തന്നെ ഇനി LDFലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും RMP എന്ന ശക്തിയെ മാത്രം ആശ്രയിച്ചുകൊണ്ട് UDFന് അവിടെ ജയിക്കാൻ കഴിയുമോ എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ മുരളീധരനെ പോലെ ഉള്ള ഒരു ശക്തനായ ഒരു വക്താവ് വീണ്ടും അവിടെ മത്സരിക്കുമ്പോൾ വളരെ ശക്തമായൊരു പോരാട്ടം ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷ ഇരു ക്യാമ്പുകളിലും ഉണ്ടായതാണ്. പക്ഷേ ഷാഫി വിനേഷ് കുമാർ വിവരങ്ങൾ നൽകിയത്. ഏതായാലും പാർട്ടി തീരുമാനങ്ങൾ വന്നതിന് ശേഷമായിരിക്കും ഷാഫി പറമ്പലിന്റെ പ്രതികരണം ഉണ്ടാകുക എന്നുള്ളൊരു സ്ഥിരീകരണം. ഏതായാലും 1 മണിക്കൂറിനുള്ളിൽ മാധ്യമങ്ങളെ കണ്ട് ഈ കാര്യങ്ങൾ ഉച്ചയോടുകൂടി വ്യക്തമാക്കുമെന്ന് K മുരളീധരനും പറഞ്ഞൊരു സാഹചര്യമുണ്ട്. നേരെ ഈ പറഞ്ഞ പോലെ തന്നെ, വാർത്തകൾ വരുന്നത് പോലെ തന്നെയുള്ള സർപ്രൈസ് സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് തന്നെയാണ് കോൺഗ്രസ് കടക്കുന്നത് എന്ന് തന്നെ സ്ഥിരീകരിക്കാവുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പോൾ ഉള്ളത്. അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ ഭാഗമായി കേരള രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്ന ഈ വലിയ വികാസങ്ങൾ കൂടി ചർച്ച ചെയ്തു പോകുമ്പോൾ അതിനകത്ത് പരാമർശിക്കപ്പെടുന്ന പേരുകൾ അടക്കം വളരെ നിർണായകമായിട്ടുള്ള പേരുകളും വനിതാ നേതാക്കളുടേതാണ് എന്ന് പറയാതെ വയ്യ. വനിതാവകാശ പ്രവർത്തക കുസുമം ജോസഫ്, ഇടത് നിരീക്ഷക MJ മല്ലിക, BJP നേതാവ് CV സജിനി, ഒപ്പം കോൺഗ്രസ് നേതാവ് ദീപ അനിലും ന്യൂസ് ടെൻസിനൊപ്പം ചേരും. വളരെ പെട്ടെന്ന് അവരിലേക്ക് എത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ആട്, കോഴി, താറാവ്, തേനീച്ച, മത്സ്യം ഇതെല്ലാം വിറ്റഴിക്കുന്നതും എക്കോ ഷോപ്പ് വഴി വിറ്റഴിക്കുന്നു. സ്വന്തം മക്കളെ നോക്കുന്ന രീതിയിലാണ് പശുവിനെ, ആട്, കോഴി എല്ലാ മൃഗാദികളെയും നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഫാമിനെ നയിക്കുന്നത് ഫാം സൂപ്രണ്ട് സൂസൻ ലീ തോമസിന്റെ നേതൃത്വത്തിലാണ്.
കഴിഞ്ഞ വർഷം നമ്മൾ 1.5 കോടി രൂപയിലധികം ജില്ലാ പഞ്ചായത്തിലേക്ക് അടയ്ക്കുകയുണ്ടായി. വിവിധങ്ങളായിട്ടുള്ള പ്രൊഡക്ട്സ് നമ്മൾ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബഡ്ഡിംഗ് ഗ്രാഫ്റ്റിംഗ് ചെയ്യുന്നതിന് സജ്ജരായിട്ടുള്ള 24 സ്ത്രീ തൊഴിലാളികൾ നമുക്കിവിടെയുണ്ട്. കൂടാതെ 41 പുരുഷന്മാരും ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഫാമിന്റെ മികച്ച പ്രവർത്തനങ്ങൾക്ക് ഈ വർഷത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഫാമിനുള്ള എക്സലൻസ് അവാർഡ് നേടാൻ ഈ സ്ത്രീ കൂട്ടായ്മയ്ക്ക് കഴിഞ്ഞു. ഫാമിൽ വിവിധ വിളകളുടെ കൃഷിയോടൊപ്പം ആട് വളർത്തൽ, പശുപരിപാലനം, പോത്തുപരിപാലനം, തേനീച്ച വളർത്തൽ, കൂൺകൃഷി, മത്സ്യകൃഷി എന്നിവ കൂടി ഉൾപ്പെടുത്തി സംയോജിത വിള പരിപാലനമാണ് നടത്തുന്നത്. ഞാൻ I1 ബ്ലോക്ക് പ്രതിനിധീകരിച്ചാണ് ജോലി ചെയ്യുന്ന ആളാണ്. അവിടെ കപ്പ, വാഴ, ടിഷ്യൂ കൾച്ചർ വാഴകൾ, ശീതകാല പച്ചക്കറികളായ കോളിഫ്ലവർ, ബ്രൊക്കോളി അങ്ങനെയുള്ള വിളവുകളെല്ലാം നടത്തുന്ന കൃഷിസ്ഥലമാണ്. അതുപോലെ ബ്ലോക്കുകളിലെ ജാതി, തെങ്ങ്, മറ്റുള്ള വിവിധ ഇനം കൃഷികളും ഞങ്ങളവിടെ ചെയ്തു പോരുന്നു. വിവിധ ബ്ലോക്കുകളിലായി 10 ഇനം പ്ലാവ്, 32 ഇനം മാവ്, 4 ഇനം തെങ്ങ്, 8 ഇനം കൊക്കോ, 3 ഇനം കശുമാവ്, 10 ഇനം കുരുമുളക്, 2 ഇനം ജാതി, അടയ്ക്ക, 22 ഇനം വിദേശ ഫലങ്ങൾ എന്നിവയുടെ തോട്ടങ്ങൾ പരിപാലിച്ചു വരുന്നു. ഇതോടൊപ്പം വിവിധ പച്ചക്കറികൾ, കിഴങ്ങ് വർഗ്ഗവിളകൾ, നെല്ല്, ചെറുധാന്യങ്ങൾ എന്നിവയും കൃഷി ചെയ്യുന്നു. ഫാമിലെ വിവിധ ഇനങ്ങൾ ഉപയോഗിച്ച് ബഡ്ഡിംഗ്, ഗ്രാഫ്റ്റിംഗ് വഴി ഗുണമേന്മയുള്ള നടീൽ വസ്തുക്കൾ ഉൽപ്പാദിപ്പിച്ച് ഫാമിലെ എക്കോ ഷോപ്പ് വഴി വിൽപ്പന നടത്തി വരുന്നുണ്ട്. കൂടാതെ എറണാകുളം, ഇടുക്കി ജില്ലകളിലേക്കും ആവശ്യമുള്ള നടീൽ വസ്തുക്കൾ കൃഷിഭവനുകളിൽ കൂടി കർഷകർക്ക് വിതരണം ചെയ്യുന്നുമുണ്ട്. സ്ത്രീകൾക്ക് കൂടുതൽ പ്രാതിനിധ്യമുള്ള നേര്യമംഗലം ജില്ലാ കൃഷിത്തോട്ടത്തിൽ തൊഴിലാളികളും ഉദ്യോഗസ്ഥരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്നതാണ് ഫാമിന്റെ വിജയത്തിന് കാരണമെന്ന് ഇവർ പറയുന്നു. ന്യൂസ് ടൈംസ് തുടരുന്നു. ആദ്യം കോൺഗ്രസ് നേതാവ് ദീപ അനിൽ, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു തെരഞ്ഞെടുപ്പുകൾക്ക് മുൻപും ഉണ്ടാകാതിരുന്ന പോലത്തുള്ള ഒരു പ്രതിസന്ധിയിലൊക്കെ കടക്കുന്നു എന്നൊരു ചോദ്യം ചോദിക്കേണ്ടതായി വരുന്നു. അപ്പോഴും അത്തരം പ്രതിസന്ധികളെയൊക്കെ മറികടന്ന ചരിത്രമുള്ള ഒരു പാർട്ടിയാണ്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, അണികളെ സംബന്ധിച്ചിടത്തോളം, നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാം ആ പ്രതിസന്ധിയെ മറികടക്കാനുള്ള തീരുമാനങ്ങളിലേക്ക് കടക്കാനും കോൺഗ്രസ് എന്നൊരു പാർട്ടിക്ക് കഴിയാറുണ്ട്. അത് തന്നെയാണ് ആ ഒരു അതിജീവനവുമായിട്ട് ആ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് പറയേണ്ടതും. ഇതെല്ലാം സമ്മതിക്കുമ്പോൾ പോലും ഈ കഴിഞ്ഞ 48 മണിക്കൂറായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ സംഭവവികാസങ്ങൾ, പത്മജ വേണുഗോപാലിന്റെ BJPയിലേക്കുള്ള പോക്ക്, കോൺഗ്രസിന് അതിനുണ്ടായിരിക്കുന്ന ക്ഷീണം, ഇതെല്ലാം മറികടക്കാനായി ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് കോൺഗ്രസ് കടക്കുക, അങ്ങനെ എല്ലാ ആശയക്കുഴപ്പങ്ങളും മാറ്റിക്കൊണ്ട് ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്കും പ്രചാരണത്തിലേക്കും കടക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് പാർട്ടി വരിക. മറ്റ് 2 മുന്നണികളും സജീവ പ്രചാരണത്തിന്റെ ആദ്യഘട്ടം പൂർത്തിയായ ഒരു വേളയിലാണ്. ഉറ്റുനോക്കുന്നത് എങ്ങനെയാണ് പാർട്ടി? തീർച്ചയായും ഒരു കാര്യം ആദ്യം തന്നെ പറയട്ടെ, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക വന്നിട്ടില്ല. എല്ലാ തവണയും കോൺഗ്രസ് ഇങ്ങനെ തന്നെയാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ കയ്യിലുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെ നൽകുക, ജനങ്ങൾക്ക് ജനപ്രതിനിധികളായിട്ട് നൽകുക എന്നുള്ളത് കൊണ്ട് തന്നെ ഒട്ടനവധി ചർച്ചകൾക്കും കൂടിയാലോചനകൾക്കും ശേഷമാണ് എല്ലാ തവണയും, അത് അസംബ്ലി തെരഞ്ഞെടുപ്പിനായാലും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനായാലും, കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ 48 മണിക്കൂറിനുള്ളിൽ നടന്ന ഒരു സംഭവ വികാസം കൊണ്ടല്ല കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക ഇങ്ങനെ നിങ്ങൾ പറയുന്നു വൈകിയെന്ന്. ഞങ്ങൾക്ക് ഒട്ടും വൈകിയെന്ന് തോന്നുന്നില്ല. കാരണം കേരളത്തിലെ 19 MPമാരും മികച്ച പ്രകടനം കാഴ്ചവെച്ച ഈ ഒരു അവസരത്തിൽ ഞങ്ങൾക്ക് ഒന്നുകൊണ്ടും പേടിക്കേണ്ട കാര്യമില്ല. ഞങ്ങളുടെ MPമാർ മികച്ച MPമാർ തന്നെയായിരുന്നു. അവർ നല്ല പ്രകടനം കാഴ്ചവെച്ചു എന്ന ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ ജനങ്ങളെ ഈ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ നേരിടുന്നത്. അപ്പോൾ ഈ കൊടുക്കുന്ന സ്ഥാനാർത്ഥികൾ ഏറ്റവും മികച്ച ജനപ്രതിനിധികൾ തന്നെ ആയിരിക്കണം എന്നുള്ള ഒരു കാര്യം കൊണ്ടാണ് ഞങ്ങൾ ചർച്ചകളും കൂടിയാലോചനകളും കൂട്ടിക്കൊഴുപ്പുകളും എല്ലാം നടത്തിക്കൊണ്ട് ഈ ഒരു സ്ഥാനാർത്ഥി നിർണയം നടത്തുന്നത്. പിന്നെ 48 മണിക്കൂറിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായിട്ട് യാതൊരു പ്രതിസന്ധിയും ഉണ്ടായിട്ടില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായത് വൈകാരികമായ ഒരു പതർച്ചയും പ്രതിസന്ധിയും ഉണ്ടായിട്ടുണ്ട്. കാരണം ഞങ്ങളുടെ എക്കാലത്തെയും ഞങ്ങളുടെ സ്നേഹാദരവിന് പാത്രമായിരുന്ന ഞങ്ങളുടെ ലീഡറുടെ മകൾ ഇത്രയും ഒരു ചതി ഈ പാർട്ടിയോട് കാണിച്ചു എന്ന് പറയുന്നത്
കേരളത്തിലെ പൊതുസമൂഹത്തിന് ഒന്നടങ്കം അറിയാം പത്മജ വേണുഗോപാൽ എന്ന രാഷ്ട്രീയക്കാരിയുടെ രാഷ്ട്രീയം എന്താണെന്നുള്ളത്. രാഷ്ട്രീയ പാരമ്പര്യം വെച്ച് മാത്രം, കെ കരുണാകരൻ്റെ മകൾ എന്നൊരു ലേബൽ വെച്ച് മാത്രം രാഷ്ട്രീയത്തിൽ തിളങ്ങി നിന്ന ഒരു വനിതയാണ് ശ്രീമതി പത്മജ വേണുഗോപാൽ. ഞാൻ അവരുടെ സഹപ്രവർത്തകയായിരുന്നു. ഞാൻ അവരെ വളരെ സ്നേഹത്തോടും ആദരവോടും കൂടി കണ്ടിരുന്ന ഒരാളാണ്. കാരണം അവരുടെ രാഷ്ട്രീയം കൊണ്ടല്ല, അവരുടെ പ്രവർത്തനം കൊണ്ടല്ല, അവർ ഞങ്ങളുടെ ഏറ്റവും പ്രഗത്ഭനായ, ഞങ്ങളുടെ രാഷ്ട്രീയത്തിലെ ഭീഷ്മാചാര്യൻ എന്ന് തന്നെ ഞങ്ങൾ വിശേഷിപ്പിക്കുന്ന ഞങ്ങളുടെ ലീഡറുടെ മകളായതുകൊണ്ട്. കേരള രാഷ്ട്രീയത്തിൽ എന്താണ് രാഷ്ട്രീയപരമായിട്ട് പത്മജ വേണുഗോപാലിനുള്ള സ്ഥാനം? 3 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പരാജയപ്പെട്ടു. അവർക്ക് പാർട്ടി എന്താണ് നൽകാതിരുന്നത്? KPCCയുടെ ഉന്നത പദവികളടക്കം നൽകി. KPCC ജനറൽ സെക്രട്ടറിയായി, KTDCയുടെ ചെയർപേഴ്സണാക്കി. ഇതിലെന്താണ് ഈ ഒരു 3 തെരഞ്ഞെടുപ്പുകളിൽ അവസരം കൊടുത്തിട്ട് മത്സരത്തിൽ ജയിക്കാതിരുന്നത്? പാർട്ടിയുടെ കുഴപ്പം കൊണ്ടാണോ? ആരെങ്കിലും തോൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും തോൽപ്പിക്കാൻ അന്താരാഷ്ട്ര വനിതാ ദിനമായതുകൊണ്ട് തന്നെ ഞാൻ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ഒരു ചോദ്യം ചോദിക്കട്ടെ. ഒരു വനിതാ നേതാവ് കൂടിയാണല്ലോ താങ്കൾ. പലതവണ പത്മജ വേണുഗോപാൽ ഈ അവഗണനയെ പറ്റി, തന്നെ ഒതുക്കി നിർത്തിയതിനെ പറ്റി, ആ രീതിയിലുള്ള പരാമർശങ്ങളൊക്കെ ഇതിനു മുൻപ് തന്നെ, ഒരുപക്ഷെ ഈ പാർട്ടി പ്രവേശനത്തിനൊക്കെ മുൻപ് തന്നെ മാധ്യമങ്ങളോട് നടത്തിയ ഒരു സാഹചര്യമുണ്ട്. ഇപ്പോഴും അങ്ങനെ ഒരു രാഷ്ട്രീയ തീരുമാനം അവരെടുക്കുമ്പോൾ അവർക്ക് എതിരെ ഉണ്ടാകുന്ന പ്രതികരണങ്ങൾ, കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്ത് നടക്കം ഉണ്ടാകുന്ന അതിരൂക്ഷമായിട്ടുള്ള മോശമായിട്ട് പ്രതികരണങ്ങൾ, കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് പോയിട്ടുള്ള മറ്റ് ഏതെങ്കിലും പുരുഷ നേതാക്കന്മാർക്കെതിരെ ഉണ്ടായിട്ടുള്ള തരത്തിലല്ല. അനിൽ ആന്റണി അടക്കമുള്ള ഉദാഹരണങ്ങൾ നമുക്കെടുക്കാം. എന്തുകൊണ്ട് പത്മജ വേണുഗോപാൽ ഒരു സ്ത്രീ ആയതുകൊണ്ട് ആ രീതിയിലുള്ള ഒരു മോശം പ്രതികരണങ്ങളിലേക്കൊക്കെ ആൾക്കാർ പോകുക എന്നുള്ളൊരു സാഹചര്യത്തിലേക്ക് എന്ത് മോശമായിരുന്നു പത്മജ വേണുഗോപാലിന് പാർട്ടിയിൽ നിന്ന് നേരിടേണ്ടി വന്നതെന്നാണ് അവർ പറഞ്ഞത്. കഴിഞ്ഞ മാർച്ച് 3-ാം തീയതി പോലും ഒരു പരിപാടിയിൽ വളരെ മുൻവശത്ത് തന്നെ പ്രമുഖരായ നേതാക്കന്മാരോടൊപ്പം ഇരിക്കുന്ന പത്മജ വേണുഗോപാൽ, വളരെ സന്തോഷവതിയായിരുന്ന പത്മജ വേണുഗോപാലിന് എന്ത് മോശമാണ് പാർട്ടിയിൽ നിന്നുണ്ടായത്? അങ്ങനെയാണെങ്കിൽ അവർ ഈ ഒരു രീതിയാണോ സ്വീകരിക്കേണ്ടത്? ഇത് രാഷ്ട്രീയ ഭിക്ഷാന്തേഹികളായിട്ടുള്ളവർ, അവർക്ക് തെരഞ്ഞെടുപ്പിനെ ഒരിക്കലും നേരിട്ട് വിജയിക്കാൻ കഴിയില്ല. ജനങ്ങളുടെ മനസ്സിൽ സ്ഥാനമില്ല, രാഷ്ട്രീയമായിട്ട് സ്ഥാനമില്ല. അവരുടെ കഴിവ് ജനങ്ങൾ അളന്നു കഴിഞ്ഞു. ഇനി ഒരിക്കലും ഒരു ഇലക്ട്രൽ പൊളിറ്റിക്സിലൂടെ അവർക്കൊരു സ്ഥാനത്തെത്താൻ കഴിയില്ല എന്ന് പറയുമ്പോൾ ഒരു ഏത് വിധേനയും കുറച്ചാളുകളെ കേരളത്തിലെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരണമെന്ന് പറഞ്ഞുകൊണ്ട് വലവീശിയിരിക്കുന്നവർക്ക് കിട്ടുന്ന ഒരു ഇരയായിട്ട് മാത്രമേ പത്മജ വേണുഗോപാലിനെ ഞാൻ കാണുന്നുള്ളൂ. ഞാനൊന്നും ഇടപെടുന്നു. CB സജിനി, BJP നേതാവ് CB സജിനി, ആ രീതിയിലേക്ക് പണം നൽകി, മറ്റ് വാഗ്ദാനങ്ങൾ നൽകി, അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി വലവീശി പിടിക്കാൻ നടക്കുന്ന ഒരു ദേശീയ പാർട്ടിയാണ് BJP. അതുകൊണ്ട് BJP ഇത്തരം ചില കാര്യങ്ങൾ നടത്തുന്നു, വനിതാ നേതാക്കളടക്കമുള്ളവ അതിൽ വീണുപോകുന്നു എന്ന തരത്തിലുള്ള ഒരു ആരോപണമായിട്ട് തന്നെ കോൺഗ്രസ് പാനലിസ്റ്റിന്റെ അഭിപ്രായത്തെ ഞാൻ എടുക്കുകയാണ്. സ്വാഭാവികമായിട്ടും BJPയെ സംബന്ധിച്ചിടത്തോളം BJP നിൽക്കുന്ന ഒരു പ്രതികൂട് എന്ന് പറയുന്നത് അത് വനിതാ നേതാവാകട്ടെ പുരുഷ നേതാവാകട്ടെ ഈ തരത്തിലുള്ള ധാർമ്മികത ഇല്ലായ്മ കാണിക്കുന്നു രാഷ്ട്രീയത്തിൽ എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ഉയരുന്ന പ്രതിഷേധങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിൽ ഉള്ളതുപോലെയുള്ള പ്രതിഷേധങ്ങളല്ല, അതിലും ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ കേരളത്തിൽ ഉയരുമ്പോൾ അത് തന്നെ രാഷ്ട്രീയമായി തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്ന് കോൺഗ്രസ് അവകാശപ്പെടുന്നുണ്ട്. BJPയുടെ പ്രതികരണം. വനിതാ ദിനമാണ്. ഈ നാരി ശക്തിയുടെ മഹോത്സവ കാലത്ത് ചേർന്നിരിക്കുന്ന ഈ വനിതാ ദിനം വനിതകൾക്കൊരു വലിയ സമ്മാനവുമായാണ് ഈ ദിനം ഉണർന്നെഴുന്നേറ്റത്. ആദരണീയ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഗാർഹിക സിലിണ്ടറിന് 100 രൂപ കുറച്ചുകൊണ്ട്, ഉജ്ജൽ യോജനയിലെ സബ്സിഡി അടുത്ത 1 വർഷത്തേക്ക് കൂടി നീട്ടിക്കൊണ്ട്, അങ്ങനെ ഒരു വലിയ സമ്മാനവുമായാണ് ഇന്നത്തെ വനിതാ ദിനം കടന്നു പോകുന്നത്. നോക്കൂ, ഇത് കാണിക്കുന്നത് 100 രൂപ സബ്സിഡിയുടെ 200 രൂപ സബ്സിഡിയുടെയോ 100 രൂപ കുറച്ചതോ മാത്രമല്ല, മുഴുവൻ വിഭാഗത്തിലുള്ള ഏറ്റവും താഴേക്കിടയിലുള്ള സ്ത്രീകളെ ഉൾപ്പെടെ, വീട്ടമ്മമാരെ ഉൾപ്പെടെ, BPL വിഭാഗത്തിലെ സ്ത്രീകളെ ഉൾപ്പെടെ സമൂഹത്തിന്റെ എല്ലാ വിഭാഗത്തിലുമുള്ള സ്ത്രീകളെയും സമസ്ത സമൂഹത്തെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെ വികസനത്തിന്റെ ഭാഗമാക്കുന്ന, അവരുടെ പ്രശ്നങ്ങൾ കണ്ടറിഞ്ഞ് തൊട്ടറിഞ്ഞ് അതിന് പരിഹാരം നിർദ്ദേശിച്ചുകൊണ്ട് അവരെ ഒപ്പം ചേർത്തുകൊണ്ട് ദേശീയതയുടെ വഴിയിലൂടെ ആത്മനിർഭര ഭാരതത്തിലേക്ക്, വികസനത്തിലേക്ക് നയിക്കുന്ന ഒരു പാർട്ടി. തീർച്ചയായിട്ടും ഈ രാഷ്ട്രീയ പാർട്ടിയിലേക്ക് സ്ത്രീകൾ ഉൾപ്പെടെ, രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ ഉള്ളവർ ഒരു വലിയ ഒഴുക്കുണ്ട്. അത് നേതാക്കന്മാരും സാധാരണ പ്രവർത്തകരും അനുയായികളും എല്ലാം ഉൾപ്പെടെ സ്വാഭാവികമാണ്. അതിന്റെ അലയടികൾ അതിശക്തമായി ഇന്ന് കേരളത്തിലും കുറെ കാലമായി പ്രതിഫലിച്ചു തുടങ്ങിയിരിക്കുന്നു. ഏറ്റവും അവസാനമുണ്ടായ ഒരു സംഭവമാണ് ശ്രീ കെ കരുണാകരന്റെ, കേരളത്തിന്റെ ലീഡർ എന്നറിയപ്പെടുന്ന കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ
ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് വന്നു ചേർന്നത്, അവർ ദേശീയതയെ പുലിക്കിയത്. തീർച്ചയായിട്ടും ഈ ഒരു കോൺഗ്രസിന്റെ ഒരു സ്വത്വം എന്താണ് എന്ന് അറിഞ്ഞ ഒരു വനിതയാണ്. പക്ഷേ ഇനി കോൺഗ്രസിന് ഇവിടെ ഒരു ഭാവിയില്ല. അവരുടെ ആദർശങ്ങൾ, അവരുടെ സ്വത്വം, അല്ലെങ്കിൽ പത്മജ വേണുഗോപാലിനെ പോലെയുള്ള വനിതകൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു വികസനം, ഒരു മുന്നോട്ട് പോക്ക് അത് കോൺഗ്രസിൽ സാധ്യമല്ല എന്ന് പൂർണ്ണമായി മനസ്സിലാക്കിക്കൊണ്ടാണ് വികസനത്തിന്റെ മുഖമായ പരാമർശവും വിമർശനവും എല്ലാം ഈ വികസനം എന്ന് പറയുന്നത് വ്യക്തിപരമായിട്ടുള്ള വികസനമാണോ എന്നുള്ളതാണ് ചോദ്യം. അതിനുവേണ്ടി പാർട്ടി മാറുന്നു എന്നുള്ളതാണല്ലോ ഈ വിമർശനവും ആക്ഷേപവുമെല്ലാം. അല്ലല്ലോ, വികസനം വ്യക്തിപരമല്ലല്ലോ. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞല്ലോ, അത് ഞാൻ തുടങ്ങിയത് പോലും ഉജ്ജ്വൽ യോജനയിലും ഗ്യാസ് സിലിണ്ടറിലൂടെയാണ് തുടങ്ങിയത്. സമസ്ത വിഭാഗങ്ങളെയും ചേർത്തുകൊണ്ട് ഓരോ വിഭാഗത്തിന്റെയും, അതാണ് ഞാൻ പറഞ്ഞത്, ഓരോ വിഭാഗത്തിന്റെയും വികാരങ്ങൾ തൊട്ടറിഞ്ഞ്, അവരുടെ ആവശ്യങ്ങൾ തൊട്ടറിഞ്ഞ്, അവരുടെ സാധ്യതകളെ, അവരുടെ കഴിവിനെ തൊട്ടറിഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ട പദ്ധതികൾ നടപ്പിലാക്കുക, അവർക്ക് വേണ്ട സ്ഥാനമാനങ്ങൾ നടപ്പിലാക്കുക, അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനൊന്ന് ഇടപെടുന്നു ശ്രീമതി, ഞാനൊന്ന് ഇടപെടുന്നു. എനിക്ക് ആ വികസന പദ്ധതികളുടെ ഒരു നീണ്ട നിര മനസ്സിലായി. പക്ഷെ കേരള രാഷ്ട്രീയവുമായി എടുക്കുമ്പോൾ MJ മല്ലിക, CPM-നെ ഇടതുപക്ഷത്തെ നിരീക്ഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയത്തിൽ ഒരു മത്സരത്തിന്റെ ആ ഒരു കാഠിന്യം കുറയുന്നു എന്ന് വേണമെങ്കിൽ വിലയിരുത്താം. ആ ഒരു ആത്മവിശ്വാസം CPM അടക്കമുള്ള രാഷ്ട്രീയ ക്യാമ്പുകളിലുണ്ട് താനും. പക്ഷേ ദുർബലമാകുന്ന അവസ്ഥയിലേക്ക് കോൺഗ്രസ് പോകുന്നത് അതൊരു ലോങ് റണ്ണിൽ രാഷ്ട്രീയപരമായി ഗുണം ചെയ്യുന്ന കാര്യമല്ല. ഒരു ജനാധിപത്യ വിശ്വാസിയും അത് ആഗ്രഹിക്കുന്ന കാര്യവുമല്ല. അങ്ങനെ ഒരു പ്രതിസന്ധിയുടെ മുന്നിൽ നിൽക്കുകയാണ് പത്മജ വേണുഗോപാലിന്റെ BJP പ്രവേശനം. അതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന് അപ്രതീക്ഷിത ചില നീക്കങ്ങളുമായിട്ട് പോകേണ്ടി വരുന്നു. ഇങ്ങനെയാണ് ഞങ്ങൾ ഇതെല്ലാം ചെയ്യാറുള്ളത്, ഇതിൽ പുതുമയൊന്നുമില്ല എന്ന് ദീപ അനിൽ പറയുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ പോലും ഇതുപോലെ ഒരു തെരഞ്ഞെടുപ്പിന് മുൻപ് കലങ്ങി മറിഞ്ഞ ഒരു രാഷ്ട്രീയ ചിത്രം ഉണ്ടായിട്ടില്ല. അത് ഏത് തരത്തിൽ, ഒരു ഇടത് നിരീക്ഷക എന്ന തരത്തിൽ എങ്ങനെയാണ് കാണുക? മ്യൂട്ട്, ഓഡിയോ ഒന്ന് അൺമ്യൂട്ട് ചെയ്യണം ശ്രീമതി MJ മല്ലിക. ഇപ്പൊ കേൾക്കാം, പറയൂ. എനിക്കൊന്ന് ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ട്. മറ്റേ കുസുമത്തിന്റെ അവര് എന്തോ ചേഞ്ച് ചെയ്യുന്നുണ്ട്, ഡിസ്റ്റർബൻസ് ഉണ്ട്. ഞാൻ പറയണ കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഞാനിപ്പം ഈ പറയുന്ന ഒരു പൊളിറ്റിക്കൽ അന്തരീക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് വേണ്ടി ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ച് അതിന്റെ അകത്തുള്ള ലീഡേഴ്സ് ആണ് ആക്ച്വലി ആ കോൺഗ്രസിന്റെ എങ്ങനെയാണ് കോൺഗ്രസ് പോകുന്നത് തീരുമാനിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ലീഡേഴ്സിനെ സംബന്ധിച്ച് അവരുടെ വ്യക്തിപരമായ സ്ഥാനമാനങ്ങൾ എവിടുന്നാണോ കിട്ടുന്നത് അതിലേക്ക് പോകും. അതല്ലാണ്ട് ഒരു ആശയപരമായിട്ട് ഏതെങ്കിലും ഒരു തരത്തിൽ അല്ലെ നമ്മൾ നിൽക്കുന്നത്. ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഈ പറയുന്ന രീതിയിലേക്ക് ഇപ്പൊ BJP വക്താവോ കോൺഗ്രസ് വക്താവോ അല്ലെ മറ്റാരെങ്കിലോ ആരായാലും വ്യക്തിപരമായി അവരോടൊന്നും തന്നെ യാതൊരു തരത്തിലേക്കുള്ള വ്യക്തിപരമായ പ്രശ്നമില്ല. പക്ഷെ ആശയപരമായി നമ്മൾക്ക് എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ നമ്മൾക്ക് ഒരു എല്ലാവരെയും തുല്യരായി കാണുന്ന ഇപ്പം നേരത്തെ പറഞ്ഞു 100 രൂപ കൊടുത്തു എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളെ കയ്യിൽ 300 രൂപ ഗ്യാസിന് ഉണ്ടായിരുന്ന സമയത്ത് അത് കൂട്ടി 1200 ആക്കിയാൽ 100 രൂപ കൊടുക്കുക എന്ന് പറയുന്ന സാധനം അതാണ് നീതി എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ ഫിലോസഫിയോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ആശയപരമായിട്ടാണ് അതിനുള്ള വിയോജിപ്പ്, അത് വ്യക്തിപരമല്ല. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് ഒരു ആൾക്കൂട്ടാണ്. അധികാരം നിലനിൽക്കുന്ന സമയത്ത് ആ വ്യക്തികളെ സംബന്ധിച്ച് അവർക്ക് ആ അധികാര സ്ഥാനത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും എന്ത് ചെയ്യുന്നത് മാറുന്നത്. അല്ലാണ്ട് ആശയപരമായി BJPയുടെ നിലപാടിനോടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടികളുടെ നിലപാടിനോടോ യോജിക്കുന്നത് കൊണ്ട് പോകുന്നു എന്നുള്ളതല്ല. എന്നെ സംബന്ധിച്ച വ്യക്തിപരമായ രീതിയിലേക്ക് എനിക്ക് സ്ഥാനം ഇന്ന് കിട്ടിയില്ല നാളെ കിട്ടിയില്ല എന്ന് പറയുന്നതാണ്. അപ്പൊ ആ രീതിയിലേക്കുള്ള ഒരു മാറ്റത്തിന്റെ ഭാഗമായിട്ട് ഇപ്പൊ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം നമുക്ക് കാണാൻ പറ്റും. അതിൽ സ്ത്രീ എന്നോ പുരുഷനെന്നോ വ്യത്യാസമില്ല. ഇപ്പൊ AK ആന്റണിയുടെ മകൻ പോയി MJ മല്ലിക, ഞാൻ ഒരു കാര്യം എടുത്തു ചോദിച്ചുള്ളൂ. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇതിപ്പോൾ അകത്തു ഉയരുന്ന പരാതികൾ ഏത് തരത്തിലാണ് എന്നുള്ളത് ആർക്കും അറിയാൻ കഴിയുകയില്ല. പക്ഷേ ലതിക സുഭാഷ് തലമൊട്ടയടിച്ച് ഒരു പാർട്ടി ഇറങ്ങിയ ചരിത്രം ഉള്ള ഒരു ചരിത്രമാണ്. ഒരു തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട നേതൃനിരകളിലേക്ക് അവഗണിക്കപ്പെടുന്നു, അല്ലെങ്കിൽ ജയസാധ്യതയില്ലാത്ത സീറ്റുകൾ നിർത്തുന്നു എന്നുള്ള പരാമർശങ്ങളൊക്കെ നേരത്തെ നടത്തി. അതിനുശേഷം മാസങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു പോക്കൊക്കെ പത്മജ വേണുഗോപാൽ നടത്തുന്നത്. അങ്ങനെ ഒരു വിഷയം അതിലുണ്ടോ? ഓക്കെ, ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ അതൊക്കെ ഞാൻ പറഞ്ഞ ഓരോ പാർട്ടിയുടെയും ഒരു പാർട്ടി എന്തിനു നിലനിൽക്കൊള്ളുന്നു അല്ലെ പാർട്ടിയുടെ ആശയപരമായ തലം എന്താണെന്ന് നോക്കിയിട്ടാണ്.
അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് എന്താ വെച്ചാൽ BJP സംബന്ധിച്ച് BJPക്ക് അകത്തേക്ക് പോയി കഴിഞ്ഞാൽ ആ പോകുന്ന വ്യക്തികൾ മോശക്കാരായിട്ടോ ഒന്നുമല്ല, പക്ഷെ അവർ മുന്നോട്ട് വെക്കുന്ന ഒരു ഐഡിയോളജി എന്ന് പറഞ്ഞാൽ ഹിന്ദുത്വ ഐഡിയോളജിയാണ്. പലപ്പോഴും എന്ത് ചെയ്യുന്നു, നമുക്ക് എല്ലാവരെയും ഇൻക്ലൂസീവായിട്ട് കാണുന്ന ഒരു ഐഡിയോളജിയുടെ വക്താക്കളായിട്ട് അവർക്ക് നിൽക്കാം. ഉള്ളിൽ അവർ വ്യക്തിപരമായി അവർ ചിലപ്പം വ്യക്തിപരമായി നല്ല വ്യക്തികളായിരിക്കാം. അപ്പൊ ഈ ആശയപരമായിട്ടൊരു തലത്തിൽ അതേസമയം കോൺഗ്രസിന്റെ അകത്ത് നിൽക്കുന്ന ആൾക്കാരില് അല്ലെ ഇപ്പൊ ഈ ഇടതുപക്ഷത്തിന്റെ അകത്ത് നിൽക്കുന്നു എന്ന് പറയുന്ന ആൾക്കാരുടെ ഉള്ളിൽ ഈ പറയുന്ന ഒരു തലം ആശയപരമായി ചിലപ്പോൾ എന്ത് ചെയ്യുന്നുണ്ടാവും, അവർ ആ ഐഡിയോളജിയുടെ ഭാഗമല്ലാത്ത ആൾക്കാർ നിൽക്കണ്ട. പക്ഷേ ഒരു പാർട്ടി എന്ന നിലയിലേക്ക് അവർ നിൽക്കുന്ന സമയത്ത് അവർ മുന്നോട്ട് വെക്കുന്ന ഒരു ഐഡിയോളജി അത്തരത്തിലേക്ക് ആവാൻ കഴിയാത്തത് കൊണ്ടാണ് നമ്മളൊരു പാർട്ടിയിൽ ആൾക്കാർ വിശ്വസിക്കുന്നു അല്ലെ പാർട്ടിയിൽ നിൽക്കുന്നു എന്ന് പറയുന്നത്. പത്മജ വേണുഗോപാൽ കോൺഗ്രസിൽ നിന്ന് കഴിഞ്ഞാലും BJP നിന്ന് കഴിഞ്ഞാലും പത്മജ വേണുഗോപാൽ എന്ന് പറഞ്ഞൊരു വ്യക്തിയല്ല. BJP പോയി കഴിഞ്ഞാൽ അവർക്ക് പല കാര്യങ്ങളും അവരെന്ത് ചെയ്യുന്നു, അവർക്ക് ആശയപരമായി ഭദ്രതയുള്ള ആളുകളെ സംബന്ധിച്ച് ആ പോയി കഴിഞ്ഞാൽ പ്രശ്നമുണ്ട്. അതല്ലാത്ത ആൾക്കാർ പോകും. കാരണം എന്താ വെച്ചാൽ നേരത്തെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നു ലതിക സുഭാഷ് മൊട്ടയടിച്ചത് എന്ത് ചെയ്യുന്നു, വ്യക്തിപരമായി ഈ പറയുന്ന അധികാരത്തിന് മുകളിൽ, അതല്ല ആശയപരമായി കോൺഗ്രസ് ഇന്ന നിലപാടെടുത്തില്ല, അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നു, അല്ലെ കോൺഗ്രസിന്റെ നിലപാടുകളിൽ ഈ പറയുന്ന ഇഷ്യൂവിൽ ഇങ്ങനെ ആയിരിക്കണം എന്നതിന്റെ അത് പ്രതിഷേധമുണ്ട് എന്നല്ല പറയുന്നത്. പത്മജ വേണുഗോപാലും അതൊന്നല്ല പറയുന്നത്. തീർച്ചയായിട്ടും ആശയപരമായ ഒരു നിലപാടില്ലായ്മ അത് പലതവണ ഉയർന്ന വിമർശനങ്ങളാണ് കോൺഗ്രസിനകത്തു നിന്നുള്ളവർ. ഒരുപക്ഷെ ഇന്ന് വാർത്താ സമ്മേളനത്തിലെത്തുമ്പോൾ പത്മജ വേണുഗോപാലിന്റെ ഭാഗത്തുനിന്ന് ഉയരാനിടയുള്ള വിമർശനങ്ങൾ ഒന്ന് അത് തന്നെ ആയിരിക്കും. ദീപാനിലാണ് അതിന് മറുപടി പറയേണ്ടത്. അതിനു മുൻപ് വളരെ പ്രധാനപ്പെട്ട ഒരു ദൃശ്യങ്ങൾ, അത് കോൺഗ്രസിന്റെ അണികൾക്ക് സന്തോഷം വരുന്ന ഒന്ന് കൂടിയാണ്. തൃശൂരിൽ കെ മുരളീധരന് വേണ്ടി ചുവരെഴുത്ത് നടത്തുന്ന TN പ്രതാപന്റെ, അതായത് നേരത്തെ സ്ഥാനാർത്ഥിയാകുമെന്ന് കരുതിയിരുന്ന ചുവരെഴുത്തുകളും പ്രചാരണങ്ങളുമായി മുന്നോട്ട് പോയിരുന്ന TN പ്രതാപൻ തന്നെ കെ മുരളീധരന് വേണ്ടി ചുവരെഴുത്ത് നടത്തുന്നു എന്നുള്ള ചിത്രം വ്യക്തമാകുന്നു. തൃശ്ശൂരിൽ കെ മുരളീധരൻ തന്നെ സ്ഥാനാർത്ഥിയാകുന്നു. കോൺഗ്രസ് ഈ തിരിച്ചടിയെ വളരെ ടാക്ടിക്സോടുകൂടി നേരിടാനുള്ള തീരുമാനത്തിലേക്ക് കടക്കുന്നു. അങ്ങനെ അസ്വാരസ്യങ്ങളില്ലാതെ പാർട്ടി ഒരുമിച്ച് നിൽക്കുകയാണ് എന്നുള്ളൊരു സന്ദേശം കൂടി നൽകുക ഇതിന്റെ ഭാഗമായിട്ടുണ്ട് എന്നതിൽ തർക്കമില്ല. ദീപാനിൽ അത് ഒരു സന്തോഷകരമായിട്ടുള്ള വാർത്ത തന്നെയാണ്. കോൺഗ്രസിന്റെ സംഘടന ഈ ഒരു സമയത്ത് സജീവമായി നിൽക്കേണ്ടത്. അല്പം കൂടെ നേരത്തെ ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ ഒരു വലിയ ആശയക്കുഴപ്പങ്ങൾ പരിഹരിക്കപ്പെട്ടു പോയനെ. എങ്കിലും നേരത്തെ MJ മല്ലിക പറഞ്ഞ ആ ഒരു ആരോപണമുണ്ടല്ലോ, ആശയപരമായ ഒരു നിലപാടില്ലായ്മ കോൺഗ്രസിന് ഈയിടെയായിട്ട് വന്ന് സംഭവിക്കുക, അത് കുറ്റപ്പെടുത്തുന്നവരെ പോലും വിമർശിക്കപ്പെടുന്ന രീതിയിലേക്ക് ആ തലം വരികയാണ്. അതിനുള്ള മറുപടി ആശയപരമായിട്ടുള്ള യാതൊരു പ്രശ്നവും കോൺഗ്രസ്സുകാർക്ക്, കോൺഗ്രസിന്റെ ആശയത്തിൽ വിശ്വസിച്ച് കോൺഗ്രസിൽ പ്രവർത്തിച്ച് നിൽക്കുന്നവർക്ക് ആശയപരമായിട്ട് യാതൊരു പ്രശ്നവുമില്ല. കോൺഗ്രസിനോട് എന്നും സംഘപരിവാറിനോടും വർഗീയവാദികളോടും യുദ്ധം ചെയ്ത് തന്നെയാണ് ഇവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകർ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സംഘപരിവാറിനോ വർഗീയവാദികൾക്കോ കേരളത്തിന്റെ മണ്ണിൽ കാലുകുത്താൻ ഒരു അവസരം നൽകില്ല എന്നുള്ള ദൃഢനിശ്ചയത്തിൽ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുള്ളത്. ഞങ്ങൾ ഒന്നടങ്കമാണ്. നിങ്ങളൊക്കെയാണ് അഭ്യൂഹങ്ങൾ പ്രചരിപ്പിച്ചത് കോൺഗ്രസിന് ഇവിടെ ഇന്ന സ്ഥാനാർത്ഥിയാണ്, അവിടെ ഇന്ന സ്ഥാനാർത്ഥിയാണെന്നുള്ളത്. ശ്രീ TN പ്രതാപൻ ശരിയാണ്, അദ്ദേഹം പദയാത്രയൊക്കെ, അതൊക്കെ ഓരോ പാർട്ടി, TN പ്രതാപൻ എന്ന് പറയുന്നതോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഏതൊരു MPയോ ഒരു വ്യക്തിയല്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു ജനപ്രതിനിധിയാണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു പ്രതിനിധിയാണ്. അവർ പാർട്ടിക്ക് വേണ്ടി വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇനി വരുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതിന്റെ മുന്നോടിയായി തന്നെയാണ് പദയാത്രകളും ചെയ്തത്. നിങ്ങളാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ ഇപ്പോഴും ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കാത്ത സ്ഥാനാർത്ഥികളെ നിങ്ങളാണ് പ്രഖ്യാപിച്ച് നേരത്തെ സിറ്റിംഗ് MPമാരാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ചെയ്തത്. ഇതൊക്കെ അഭ്യൂഹങ്ങൾ സൃഷ്ടിച്ച് പറഞ്ഞു തീർക്കട്ടെ. ഇവിടെ ഒരു ബിജെപിയുടെ നിരീക്ഷകയായിട്ടിരുന്നവർ പറയുകയുണ്ടായി, എന്താണ് ഗ്യാസ് സിലിണ്ടറിന്റെ വില കുറച്ചു കൊടുത്തു എന്നൊക്കെ. എന്താ മാഡം ഈ പറയുന്നത്? എന്തായി പറയുന്നത്? എത്ര രൂപ കുറച്ചു കൊടുത്തു എന്നാ പറയുന്നത്? എന്നെ ഒരിക്കലും എന്ത് ചെയ്യുന്ന വെച്ചാൽ പാർട്ടി വക്താവായി കാണരുത്. എന്നെ ഇടതുപക്ഷ ആശയമുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു എന്തുകൊണ്ടാണ് എനിക്ക് ഇടതുപക്ഷ ആശയമുള്ളത്. ഞാൻ മുന്നോട്ട് വെക്കുന്ന ഇടതുപക്ഷ ആശയം എന്ന് പറയുന്ന സാധനത്തിനോട് കൂടുതൽ താല്പര്യമുണ്ട്. ആ ഇടതുപക്ഷ ആശയങ്ങളിലുള്ള ആൾക്കാർ ചേർന്ന് നിൽക്കണം. അത് കോൺഗ്രസിലെ ഇടതുപക്ഷ ആശയങ്ങളിലുള്ള ആൾക്കാരുണ്ടാവും. അവർ പറയുന്ന സാധനത്തിന് ആ രീതിയിലേക്ക് സപ്പോർട്ട് ചെയ്യും. BJPയെ സംബന്ധിച്ച് BJP മുന്നോട്ട് വെക്കുന്ന ആശയപരമായിട്ട് അതിനോട് യോജിക്കാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ടാണ്, വ്യക്തിപരമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് എന്റെ നിലപാടാണ്. ഒരിക്കലും ഞാൻ CPMന്റെ വക്താവായിട്ടല്ല ഇവിടെ. എന്റെ ഇടതുപക്ഷ ആശയം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി എല്ലാവരും ജാതീയതയോ അല്ലെങ്കിൽ അത് വർഗീയതയോ ജെൻഡർ ആണെങ്കിലോ ഒക്കെ തന്നെ തുല്യത അവകാശപ്പെടുന്നത്. നമ്മളീ പറയുന്ന പലപ്പോഴും ഏതെങ്കിലും തരത്തിലേക്കുള്ള ഒരു മനുസ്മൃതിയുടെയോ അല്ലെങ്കിൽ ബ്രാഹ്മണിക്കൽ മൂല്യബോധത്തിന്റെയോ അത്തരത്തിലേക്കുള്ള അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു നീതിബോധത്തിന്റെ തലമായിട്ടല്ല ഞാൻ കാണുന്നത്. അത് എന്റെ ഐഡിയോളജിയാണ്. അത് മറ്റൊരു ഐഡിയോളജിയിൽ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ച് അത് വേറെ ഒന്നായിരിക്കും ശരി. എനിക്ക് ഇതായത് കൊണ്ട് തന്നെ ഞാൻ ഈ പറയുന്ന ആശയപരമായിട്ട് ഈ തലത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് കോൺഗ്രസ്
കോൺഗ്രസിന് സ്ഥാനാർത്ഥികളെയോ അവർ നടത്തിയിട്ട സ്ഥാനങ്ങളെയോ ഒന്നല്ല. ഞാൻ പറഞ്ഞതും എന്താണ്, കോൺഗ്രസിൽ എന്തുകൊണ്ടാണ് പല സംസ്ഥാനങ്ങളിലും ആൾക്കാർക്ക് ഒരു പ്രശ്നവുമില്ലാതെ ജയിച്ചു കയറി വന്ന ആൾക്കാർക്ക് അത് ജനങ്ങളോട് പറഞ്ഞിട്ട്, ജനങ്ങളോട് ഈ പറയുന്ന തന്നെ ജനങ്ങളോട് പറയാണ് കോൺഗ്രസിന്റെ ഐഡിയോളജിയും അതേതരത്തൊക്കെ പറഞ്ഞിട്ട് വാങ്ങിച്ചിട്ട് ആൾക്കാർക്ക് തന്നെ ഒരു പ്രശ്നവും ഇല്ലാതെ ജയിച്ചു കയറിയിട്ട് മറുകണ്ഠം ചാറാണ് BJP ഭരിക്കുന്നത്. കോൺഗ്രസ് ജയിച്ച സംസ്ഥാനങ്ങളിൽ പലയിടങ്ങളിലും BJP ഭരിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? ആശയപരമായ തലം ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ സംഭവിക്കൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും വെച്ചാൽ ആ ആശയപരമായ തലത്തിന്റെ മുകളിൽ നിന്നുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുന്നു, വ്യക്തിപരമായ നേട്ടങ്ങളോ പറഞ്ഞോട്ടെ. ഞാൻ BJP-കാരോടും ഈ വനിതാ ദിനത്തിൽ തന്നെ ഞാൻ BJP-യിലെ വനിതാ ഇവിടെ എന്താണ് റെപ്രസെന്റേറ്റീവായിട്ട് വന്നിരിക്കുന്നവരോടും BJP-യിലെ വനിതകളോടും ഞാൻ ചോദിക്കുകയാണ്, ഇത്രയും വർഷം കേരളത്തിൽ പ്രവർത്തിച്ചിട്ടും നിങ്ങൾക്ക് കോൺഗ്രസിൽ നിന്ന് ഒരു വനിതയെ കൊണ്ടുപോകേണ്ടി വന്നോ BJP-യുടെ കേരള വനിതാ മുഖത്തിന് വേണ്ടിയിട്ട്? അത് നിങ്ങളുടെ പരാജയമല്ലേ? നിങ്ങൾക്ക് ജനങ്ങളുടെ ഇടയിൽ ഒട്ടും തന്നെ വേരോടാൻ പറ്റാത്തത് കൊണ്ടല്ലേ കോൺഗ്രസിൽ നിന്ന് ഒരു വനിതയെ എടുത്തോണ്ട് പോയിട്ട് നിങ്ങളുടെ BJP-യുടെ മുഖമായിട്ട് ഇപ്പൊ അവതരിപ്പിക്കേണ്ടി വന്നത് ഈ തെരഞ്ഞെടുപ്പിൽ? ശരി, CV സജിന, അതിനുള്ളൊരു മറുപടിയുണ്ട്. കാരണം BJP-യുടെ അകത്ത് നിന്ന് ഈ അതിർത്തികളും പൊട്ടിക്കരച്ചിലുകളും ഒക്കെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നതാണല്ലോ. ഉള്ള സ്ത്രീകളെ കൃത്യമായി പരിഗണിക്കാതെ ഇരിക്കുക. സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം എവിടെയാണ് BJP-യിലെ പ്രധാനപ്പെട്ട വനിതകൾ? കയ്യേറുന്ന പൊസിഷൻ എന്താണ്? എന്ത് സ്ഥാനമാണ് സംസ്ഥാന BJP അവർക്ക് കൊടുത്തിരിക്കുന്നത് എന്നൊരു ചോദ്യമൊക്കെ ഉണ്ട്. അതിനിടയിൽ ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് മറ്റു പാർട്ടികളിൽ നിന്ന് വലവീശി പിടിക്കേണ്ടതായി വരുന്നോ പ്രധാനപ്പെട്ട വനിതാ നേതാക്കൾ എന്നൊരു ചോദ്യമുണ്ട്. കോൺഗ്രസിന് ആ ചോദ്യം ചോദിക്കാം. കോൺഗ്രസിന്റെ പ്രതിനിധിയുടെ ആ ചോദ്യമുണ്ടല്ലോ, അതിനെ ഞാൻ അങ്ങേയറ്റം ബാലിശമാണ് എന്ന് തന്നെയാണ് പറയുന്നത്. നമ്മൾ വലവീശി പിടിച്ചതൊന്നുമല്ല. തീർച്ചയായിട്ടും പത്മജ വേണുഗോപാല് ഈ ആശയത്തെ, ഈ ദേശീയതയെ, ഈ സ്ത്രീകളെ എങ്ങനെ ഈ ഭാരതീയ ജനതാ പാർട്ടി ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു, അതിൽ ആകർഷയായി വന്നതുമാണ്. ഇവിടെ കോൺഗ്രസിന്റെ ഈ ദേശീയതയെ കുറിച്ചും മതേതരത്തെ കുറിച്ചും ഒക്കെ പറയുന്നുണ്ടല്ലോ. അതായത് കോൺഗ്രസിൽ നിന്ന് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ആളുകൾ ഒഴുകിയെത്തുന്നുവെങ്കിൽ, നേതാക്കൾ ഉൾപ്പെടെ, ആളുകൾ ഉൾപ്പെടെ, സ്ത്രീകൾ ഉൾപ്പെടെ ഒഴുകിയെത്തുന്നുവെങ്കിൽ, കോൺഗ്രസ് ഇന്ന് വരെ ഉയർത്തിപ്പിടിച്ച ആ മതേതരത്വമുണ്ടല്ലോ, അത് കപടമായിരുന്നു എന്ന് ഇന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നു. അതായത് പിന്നെ മുസ്ലിം ലീഗുമായി ചേർന്നുകൊണ്ട് ഭാരതത്തെ വെട്ടിമുറിക്കാൻ തീരുമാനിച്ച അന്ന് മുതൽ 1906 ലാഹോറിൽ മുസ്ലിം ലീഗ് ഫോം ചെയ്തത് പോലും ഭാരതത്തെ വെട്ടിമുറിക്കുക എന്ന ആശയത്തിന് വേണ്ടിയിട്ടായിരുന്നു. ആ മുസ്ലിം ലീഗിനെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഇന്ന് വരെ യാത്ര ചെയ്തത്. ആ മുസ്ലിം ലീഗിന്റെ തോളത്ത് കൈയിട്ടുകൊണ്ടാണ് അവിടെ കോഴിക്കോട് നടന്ന ഹമാസിനെ വിളിച്ചു വരുത്തി, തീവ്രവാദ സംഘടനയെ വിളിച്ചു വരുത്തി നടത്തിയ ആ പരിപാടിയിൽ എല്ലാവരും ചേർന്ന് ഹുറേ ഹുറേ പറഞ്ഞത്. ടുക്കട ഗ്രൂപ്പിന്, ഡൽഹി ടുക്കട ഭാരതത്തെ വെട്ടിമുറിക്കണമെന്ന് പറഞ്ഞ ആ ഗ്രൂപ്പിന് നിങ്ങളാണ്, കോൺഗ്രസ് ഉൾപ്പെടെയാണ് ഒത്താശ നൽകിയത്. അതായത് ഇന്ന് വരെ ഈ കോൺഗ്രസ് ഉയർത്തിപ്പിടിച്ച ഗാന്ധിസം ഉൾപ്പെടെയുള്ള, ദേശീയത ഉൾപ്പെടെയുള്ള, മതേതരത്വം ഉൾപ്പെടെയുള്ള ആശയങ്ങൾ കപടമായിരുന്നുവെന്നും, എന്താണ് യഥാർത്ഥ ദേശീയത, ഹൈന്ദവത എന്ന് പറയുന്നത് ദേശീയതയാണ് എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഒന്ന് ഓർക്കണം. ഹൈന്ദവ എന്ന് പറയുന്നുണ്ടല്ലോ, ഹൈന്ദവ ദേശീയതയാണ്. ഇവിടെ പ്രധാനമന്ത്രി കോടിക്കണക്കിന് ഉജ്ജ്വല യോജന കൊടുത്തു, വീടുകൾ കൊടുത്തു, മുദ്രാ യോജന കൊടുത്തു. ഇതെല്ലാം എഴുതി കൊടുത്ത് ഇന്ത്യയെ ഒറ്റിയ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റിയ നിങ്ങൾക്ക് ദേശീയതയെ കുറിച്ച്, സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച് ഒരു അക്ഷരം പറയാൻ അവകാശമില്ല. ശരിയാണ്, മുസ്ലിം ലീഗ് ഞങ്ങളുടെ ഘടകകക്ഷിയാണ്. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിയെ വരെ നിങ്ങൾ വർഗീയമായി കാണേണ്ട ആവശ്യമില്ല. സ്വീകരിക്കുകയാണ്. അവർക്ക് വേണ്ട റിക്കഗ്നീഷനും റോളും റെസ്പെക്റ്റും ഇവിടെ കിട്ടും, ഇവിടെ മുഴുവൻ സ്ത്രീകൾക്കും കിട്ടും. അതുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടിയുമായി കേരള രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടുള്ള വനിതാ നേതാക്കളുടെ തന്നെ രാഷ്ട്രീയ നീക്കങ്ങൾ ചർച്ചയാകുന്നത് കൊണ്ടുകൂടിയാണ്. ന്യൂസ് ടൈംസ് അടുത്ത മണിക്കൂറിൽ കൂടി തുടരും. അതിഥികൾ ദയവായി തുടരുക. നമുക്കൊപ്പം ഒരു ഇടവേളയിലേക്ക് കടക്കുന്നു അടുത്ത മണിക്കൂറിന് മുൻപ്.